യാന്ത്രികമായ യുക്തിവാദക്കാർക്ക് എല്ലാത്തിനോടും പരിഹാസമാണ്. അവരെ മാറ്റി നിർത്തിയാൽ ആ വിശ്വാസം ഇടനെഞ്ചിലെ ചങ്കിടിപ്പാക്കിയ വിശ്വാസികളെ മാത്രമല്ല, ശബരിമലയെ ആദരവോടെ കാണുന്ന കോടിക്കണക്കിനായ മനുഷ്യരോട് കാണിച്ച മാപ്പില്ലാത്ത വഞ്ചന, ആ ലോകോത്തര കള്ളക്കടത്തുകാരൻ ഇൻഫേമസ് സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ കോടതിക്ക് സംശയങ്ങളുണ്ടെങ്കിലും ആ സന്നിധാനത്ത് പരാതങ്ങളെ പോലെ പടർന്നു കയറിയ ഒരു മാഫിയ സംഘത്തിന്റെ മര്യാദഘട്ട കവർച്ച എന്നതല്ല പ്രശ്നം. അയ്യപ്പ വിശ്വാസത്തെ, ആ പവിത്രതയെ കുറ്റബോധത്തിന്റെ ലാഞ്ചനയില്ലാതെ നാണമില്ലാതെ ഒറ്റുകൊടുത്തു എന്ന കേസാണ്. ആ വിശ്വാസം വിറ്റ കൊള്ളപ്പണം പങ്കിട്ടെടുത്ത ആരൊക്കെയുണ്ടോ അവരൊക്കെ വെള്ളമിറങ്ങാതെ മരിക്കും എന്നുറപ്പതിന് മാപ്പില്ലത് കേരളം മറക്കില്ല. അതുവരെ ദേവസ്വം ബോർഡ് അടങ്ങുന്ന ഒരു കള്ളക്കൂട്ടം കേരളത്തിന്റെ കണ്ണുകെട്ടി കാർപ്പറ്റിനടിയിൽ പൂട്ടിവെച്ച കവർച്ച ടെസ്റ്റ് മണി കോടതി കയ്യോടെ പിടിച്ച് ആദ്യകാലത്ത് പോറ്റിയുടെ കൂസലില്ലാത്ത കോൺഫിഡൻസ് കണ്ടപ്പോഴേ പറഞ്ഞതാണ്. ആ ധൈര്യത്തിന്റെ അടിസ്ഥാനം ദേവസ്വം ബോർഡാണ്. 2019 പോറ്റിക്കുള്ള കള്ളപ്പണിക്ക് ലൈസൻസ് ആയത് അന്ന് ഇറക്കി കൊടുത്തൊരു ഉത്തരവാണ്. ആ ദ്വാരപാലകരെ അടിച്ചു മാറ്റുന്നതിന് മുൻപേ തയ്യാറാണ് ആ തട്ടിപ്പിന്റെ വാർപ്പ് മാതൃക. 2019 2-ാം മാസം സ്വർണം പൂശ ചെമ്പുപാളി എന്ന് വ്യക്തമാക്കിയ ഒരു കത്ത് സാക്ഷാൽ വാസുവിന്റെ മേശപ്പുറത്തേക്ക് എത്തിയതാണ്. ആ സ്വർണം അന്തരീക്ഷത്തിൽ ആവിയാക്കിയതാണ്. അന്ന് ചെമ്പാക്കി അടിച്ച് ഉടായ്പാണ് പിന്നീട് നമ്മൾ കണ്ട മാരകമായ കാട്ടുകൊള്ളയുടെ ആണിക്കൽ അടിത്തറ. ആ രാഷ്ട്രീയ ശക്തിയിൽ ഞാനൊന്നും പറഞ്ഞില്ലേ, നാട്യത്തിൽ കാപട്യം കളിച്ച വാസുവിനെ SIT തൂക്കിവാരി അകത്തിട്ടാലും അരവർത്താനം പറയില്ലെന്ന് പറയലാണ് പാർട്ടി സെക്രട്ടറി. അരവർത്താനമല്ല, മുഴുവർത്താനം പറഞ്ഞാലും മുഴുക്കില്ല അറസ്റ്റ്. സർക്കാരിനും CPM-നും മുഖമടച്ച് കിട്ടുന്ന കൊടും പ്രഹരമാണ്. ആ കൊള്ളയ്ക്ക് ദല്ലാൾ പോറ്റിയോ മുരാരിയോ പോലെയല്ല വാസു. അടിമുടി CPM ആണ് പാർട്ടി കേഡർ. ആ ചട്ടങ്ങൾ കാട്ടിലിട്ട് അയാൾ കമ്മീഷണറായെങ്കിൽ കാലാവധി നീട്ടിക്കൊടുത്ത് കോടതി ചെവിക്ക് പിടിച്ചപ്പോൾ നേരെ ബോർഡിന്റെ അധ്യക്ഷനായ പ്രൊമോഷൻ ആണെങ്കിൽ അത് പാർട്ടി പവറാണ്. ആരെയും കാത്തുരക്ഷിക്കില്ലെന്ന ക്ലീഷയിൽ തീരില്ല സെക്രട്ടറി. കാവലേൽപ്പിച്ചു കൊടുത്ത നേതാവ് കാട്ടുകൊള്ളയിൽ അകത്തായെങ്കിൽ കേരളത്തിന് വേണ്ടത് രാഷ്ട്രീയ മറുപടിയാണ്, അകക്കാമ്പില്ലാത്ത ആരാവർത്താനമല്ല. വാസുവിൽ നിന്ന് അടുത്ത പാർട്ടി നോമിനിയിലേക്ക് ആ കൈവിലങ്ങനെ നീളം കൂടുമ്പോൾ MV ഗോവിന്ദന് പറയാൻ മടിയാണെങ്കിൽ എന്തിനും പോകുന്നൊരു നേതാവുണ്ടല്ലോ, പുച്ഛത്തിന്റെ മൊത്തക്കച്ചവടക്കാരൻ. മാധ്യമങ്ങൾക്ക് അക്ഷരവടിവിൽ എത്തിക്സ് ക്ലാസ് എടുത്ത് തിരക്ക് കഴിഞ്ഞെങ്കിൽ കേരളം ഞെട്ടി മാഫിയ വഞ്ചനയിൽ പാർട്ടി നേതാക്കൾ അനാവൃതരായി നിൽക്കുമ്പോൾ വാതുറന്ന് എന്തെങ്കിലും പറയാമോ സത്യാനന്തരകാല നേതാവേ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ PK ഗോപൻ, ശ്രീ റിജിൽ മാക്കുട്ടി, ശ്രീ P ശ്യാംരാജ്, ശ്രീ BN അസ്കർ, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ PK ഗോപൻ. ശ്രീ PK ഗോപൻ, ഇവിടെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തോ അനാരോഗ്യമോ എന്തോ അസൗകര്യമോ പറഞ്ഞ് ഹാജരാവുന്നില്ലെന്ന് പറയുന്നു. അറസ്റ്റ് ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. അറസ്റ്റ് ഉണ്ടാകുന്നില്ലാവട്ടെ. ഇതിനു മുമ്പ് നമ്മൾ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ശ്രീ N വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് തെളിവില്ലാതെയാണ് എന്ന് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. SIT N വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് കൃത്യം തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ ശ്രീ PK ഗോപൻ? ശ്രീ ഹാഷ്മി, ഞാൻ അന്ന് താങ്കളുടെ തന്നെ ചർച്ചയിൽ സൂചിപ്പിച്ചത് ശ്രീ N വാസുവിനെ SIT അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് കൃത്യമായ തെളിവോടുകൂടി ആയിരിക്കണം. അല്ലെങ്കിൽ N വാസുവിനെ പോലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ അതുപോലുള്ള ആരായിക്കൊള്ളട്ടെ, തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് അവർക്ക് വളരെ കൃത്യമായി രക്ഷപ്പെടാൻ അവസരം കിട്ടും. അതുകൊണ്ട് SIT ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ രീതിയിൽ കൃത്യതയോടുകൂടി അന്വേഷിക്കുകയാണ്. അപ്പോൾ നല്ല തെളിവോടുകൂടി വേണം അവർ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ. ആ ജോലി SIT കൃത്യമായി ചെയ്യുകയാണ്. ഒരു പരാതിയും SIയെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ SIT എടുക്കുന്ന ഈ നിലപാടിൻ്റെ പിന്നിൽ തന്നെയാണ് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാരും ഇടതുപക്ഷവും എല്ലാം SITയുടെ പിന്നിൽ തന്നെയാണ്. അത് N വാസുവല്ല, ആരിലേക്ക് എത്തിയാലും അവരെ സംരക്ഷിക്കില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അങ്ങയുടെ പരിഹാസത്തോടു കൂടി പാർട്ടി സെക്രട്ടറിയുടെ വിലയിരുത്തലിനെ കുറിച്ച് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി, സംസ്ഥാന ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയുടെ ഭാരവാഹി പ്രതികൾക്ക് വേണ്ടിയും കുറ്റവാളികൾക്ക് വേണ്ടിയും ഒരു വാക്ക് മിണ്ടില്ലെന്നല്ല, അരവാക്ക് പോലും മിണ്ടില്ലെന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ നമ്മൾ പരിഹാസത്തോടു കൂടിയാണോ കാണേണ്ടുന്നത്? അതോ അത്തരം സംരക്ഷണം കൊടുക്കാത്ത നിലപാടിനെ ശ്ലാഘിക്കുകയാണോ വേണ്ടത്? ഒരു തരത്തിലും ഗവൺമെൻറ് കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് നേരത്തെ അങ്ങ് ചോദിച്ചത് തന്നെ SITയുടെ തെളിവ് അവർ കണ്ടെത്തിയിട്ട് തന്നെ ആയിരിക്കണം ശ്രീ വാസുവിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം കുറ്റവാളിയല്ലെന്ന് അദ്ദേഹത്തിനാണ് ഇനി തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം. സർക്കാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യില്ല. N വാസുവിനെതിരെ കൃത്യമായി ഈ കാട്ടുകൊള്ളയിൽ എന്ന് പറഞ്ഞാൽ സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര കള്ളക്കടത്ത് എന്നൊക്കെ കോടതി സംശയിക്കുന്ന വലിയ ഡയമെൻഷനുള്ള കൊള്ളയിൽ N വാസുവിന് പങ്കുണ്ടെന്ന് SITക്ക് തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്, അല്ലേ ശ്രീ PK ഗോപൻ? തീർച്ചയായിട്ടും അതായിരിക്കും. അല്ലാതെ SIT അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല.
കാരണം SITയുടെ ഇതുവരെയുള്ള നീക്കങ്ങൾ വെച്ച് നോക്കിയാൽ SITയെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും തരത്തിൽ വ്യാജമായ ഒരു പ്രശ്നത്തിലേക്ക് കടന്നിട്ടില്ല. ഇത്രയും സമയത്തെ അവരുടെ നിരീക്ഷണവും ഇടപെടലും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് SIT അങ്ങനൊരു തെളിവ് കണ്ടെത്താതെ അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പി കെ ഗോപൻ, അപ്പോൾ ഈ അരവർത്താനം പോലും പറയില്ല, അന്വേഷണ വഴിക്ക് പോകട്ടെ, ആരെയും സംരക്ഷിക്കില്ല പോലെയുള്ള മറുപടി ഓക്കെ, സതീഷ് കുമാർ വരെ മുരാരി ബാബുവിൽ വരെ ഓക്കെയാണ്, വർക്കൗട്ട് ആവുന്നതാണ്. പക്ഷേ ഇവിടെ നോക്കൂ, 27-ാം വയസ്സിൽ തന്നെ രാഷ്ട്രീയ പദവി, 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റ്, ഏരിയ സെക്രട്ടറി, PK ഗുരുദാസൻ അഡീഷണൽ PS, പരിപൂർണ കമ്മിറ്റി റിപ്പോർട്ട് അവഗണിച്ച് ദേവസ്വം കമ്മീഷണർ, തൊട്ടു പിന്നാലെ ദേവസ്വം പ്രസിഡന്റ്, അടിമുടി പാർട്ടിക്കാരനാണ്. അത് കഴിഞ്ഞ് അടുത്ത പാർട്ടി നേതാവ് പത്മകുമാറിലേക്കാണ് SITയുടെ പോക്ക്. PK ഗോപൻ അന്വേഷണ വഴിക്ക് പോകട്ടെ എന്ന പതിവ് മറുപടി, എപ്പോഴും പറയുന്ന മറുപടി ഇതിന് മതിയാവുമോ? അകത്തായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് PK ഗോപൻ, അതും ഒരു കാട്ടുകൊള്ളയിൽ അരവർത്താനം പറയില്ലെന്ന് പറഞ്ഞാൽ മതിയാവുമോ? അങ്ങ് ശ്രീ എൻ വാസു സാറിൻ്റെ ബയോഡേറ്റ അവതരിപ്പിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്താണ്, യൗവനകാലത്താണ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായതും പാർട്ടി പ്രവർത്തകനായിരുന്നതും. അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിട്ടില്ല. അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നിട്ടുണ്ട്. അതൊക്കെ ആദ്യകാലത്താണ്. ഏരിയ കമ്മിറ്റിയല്ല, അന്ന് ഏരിയ കമ്മിറ്റി ഇല്ല ജില്ലയിൽ, താലൂക്ക് കമ്മിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അദ്ദേഹം ചെറുപ്പകാലത്താണ് ആ യുവജന സംഘടനയുടെയും അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, പഞ്ചായത്ത് പ്രസിഡൻ്റായത്. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തോട്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ CPMൻ്റെയും താല്പര്യത്തിൽ നിൽക്കുന്ന ആളാണെന്ന് കരുതി അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നിട്ടില്ല, പൂർണ്ണസമയ പ്രവർത്തകനല്ല. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഒരു ജഡ്ജിയുടെ നിലവാരമുള്ള ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ ക്രിസ്റ്റൽ ക്ലിയറായ അഴിമതി വിമുക്തമായി എന്ന്, അല്ലെങ്കിൽ അഴിമതി വിമുക്തമായിരിക്കുന്ന അനേകം കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെ ഒരാളായിരുന്ന ഒരു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശ്വസ്ത ഉദ്യോഗസ്ഥ വൃന്ദത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു അഴിമതിയുടെ ലാഞ്ചനയുള്ള ഒരാളെ അവിടെ പ്രവേശിപ്പിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് എൻ വാസു. പക്ഷേ അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ആയിരിക്കുമ്പോഴും പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും അവിടെ പാലിക്കേണ്ടുന്ന ഏതെങ്കിലും തരത്തിൽ വീഴ്ച അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടായിരിക്കണം SIT അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഈ കേസിൽ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് SITയുടെ ഒരു നിലപാടിനെ നമ്മൾ തള്ളിക്കളയുന്നില്ല. രണ്ടാമത് പത്മകുമാറിലേക്ക് എത്തുമോ? പത്മകുമാറിലേക്ക് എത്തിയാലും ഇതിനപ്പുറത്ത് മറുപടിയില്ല ശ്രീ ഹാഷ്മി. കാരണം പത്മകുമാർ കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന് ഒട്ടും വീഴ്ച പറ്റിക്കൂടാത്തതാണ്. ശ്രീ എൻ വാസുവിന് വീഴ്ച പറ്റിയാലും വീഴ്ച പറ്റിക്കൂടാത്ത ആളാണ് പത്മകുമാർ. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുമ്പോഴാണ് അവിടെ പ്രസിഡൻ്റ് ആവുന്നത്. വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ CPIM പാർട്ടി നേതൃത്വത്തെ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് അത് ഏൽപ്പിച്ചിട്ടില്ല. വീണ്ടും ഇപ്പോൾ നമ്മൾ പാർട്ടി നേതൃത്വത്തിൽപ്പെടാത്ത ഒരാളെ വളരെ അംഗീകാരം പിടിച്ചു പറ്റിയ ഒരു IAS കേഡറെ കൊടുത്തത് ശബരിമലയെ പോലുള്ളൊരു സ്ഥലത്ത് ഒരു മാൽ പ്രാക്ടീസും സംഭവിച്ചുകൂടാ. രാഷ്ട്രീയക്കാരനെ അവിടുത്തെ ചുമതല ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. നല്ല കാര്യം. ശ്രീജിൽ മാക്കുറ്റി, ഇവിടെ എൻ വാസുവിന് പാർട്ടി ബന്ധമില്ല എന്ന് പരോക്ഷമായി PK ഗോപൻ പറയുകയാണ്. അങ്ങനെയല്ല, അദ്ദേഹത്തിന് പാർട്ടി ബന്ധമുണ്ട്. പാർട്ടി ബന്ധം ഇല്ലാത്ത ആൾക്ക് എങ്ങനെയാണ് പരിപൂർണ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം IAS വരണം എന്ന് പറയുന്ന പദവിയിലേക്ക് IAS അല്ലാത്ത ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത്? പാർട്ടി ബന്ധമുണ്ട്. അയാൾ ഉദ്യോഗസ്ഥനാവുന്നത് പാർട്ടി ബന്ധം കൊണ്ടാണ്. ഉദ്യോഗസ്ഥൻ നേരെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാവുന്നത് പാർട്ടി ബന്ധം കൊണ്ടാണ്. പാർട്ടിയുടെ സ്വന്തക്കാരനാണ്. അതുകൊണ്ടാണല്ലോ അങ്ങ് വാസു സാർ ഇപ്പോഴും പറയേണ്ടി വരുന്നത്. പാർട്ടി ബന്ധം ഉണ്ട് സാർ. ഓക്കെ, റിജിൽ മാക്കുറ്റി, അതാണ്. അപ്പോ എപ്പോഴും പറയാം, ഞാൻ അങ്ങനെ പറയുള്ളൂ. ഓക്കെ, ശ്രീ ഞാൻ എല്ലാവരെയും അങ്ങനെ വിളിക്കുള്ളൂ സാർ. ഇവിടെ ഇരിക്കുന്ന റിജിൽ മാക്കുറ്റി എന്നേക്കാൾ ഇളയതാണ്, പക്ഷേ അദ്ദേഹത്തെ ഞാൻ സാറെന്നെ വിളിക്കും. ഓക്കെ ഗോപൻ സാർ. ഓക്കെ, റിജിൽ മാക്കുറ്റി എപ്പോഴും പറയാറുള്ളതാണ് ഒരു സിനേറിയോ മാറ്റം. ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കൂ, നിങ്ങളുടെ കാലത്താണ് ഈ കാട്ടുകൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുന്നതെന്ന്. നിങ്ങളുടെ ഒരു നേതാവ് അതിൽ അറസ്റ്റിലായി അകത്തു പോയെങ്കിൽ നിങ്ങളുടെ ദേവസ്വം മന്ത്രി റോഡിലിറങ്ങി നടക്കുവോ? കരിങ്കോടി കടൽ നിറയില്ലേ? PK ഗോപനൊക്കെ അതിന്റെ മുൻനിരയിൽ ഉണ്ടാവില്ലേ? SFI DYFI പ്രവർത്തകർ നൂറുകണക്കിനായ കോലങ്ങൾ കത്തിക്കില്ലേ? നിങ്ങളിത് എവിടെയാണ് റിജിൽ മാക്കുറ്റി? നിങ്ങളിത് എവിടെയാണ്? അവരെ ഇളക്കി വിടുക. അപ്പോൾ ഓരോ സംഘടന പ്രതിഷേധമുണ്ട്. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ പ്രതിഷേധം നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ പ്രതിഷേധിക്കാൻ ഭയമുള്ളവരും തെരുവിൽ തടയാൻ പേടിയുള്ളവരൊന്നും അല്ലല്ലോ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ. അവരൊക്കെ തെരുവിൽ ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ കൃത്യമായ നിജസ്ഥിതി ഇപ്പോൾ വാസു എന്ന് പറയുന്ന ഇപ്പോൾ പാർട്ടി ബന്ധം അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും പാർട്ടിയുടെ ഉത്തമനായ കേഡറാണ് വാസു.
പാർട്ടിയുടെ വിശ്വസ്തനാണ്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതൃത്വത്തിന്റെ വിശ്വസ്തനും വിനീത വിധേയനുമാണ്. അങ്ങനെ വിശ്വസ്തനും വിനീത വിധേയനുമായി പാർട്ടിയുടെ ചെറുപ്പകാലത്ത് തന്നെ 2 തവണ കുളക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റായി, ഏരിയ കമ്മിറ്റി അംഗമായി. അതിനുശേഷം അയാൾ വന്ന വിജിലൻസ് ട്രിബ്യൂണലാണ്. എൻ്റെ പൊന്നെ, ഇത് വിജിലൻസ് ഒക്കെ പറയുമ്പോൾ കള്ളന്മാരെ പിടിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു പെരിങ്ങാട്ട് കള്ളനാണല്ലോ, അമ്പലത്തിലെ സ്വർണം കക്കാൻ മടിയില്ലാതെ കാട്ട് കള്ളനെയാണ് ദുര്യോഗം കൊണ്ട് വിജിലൻസ് ട്രൈബ്യൂണലായത്. അയാൾ എന്നിട്ട് പാർട്ടിയുടെ വ്യത്യസ്ത ഘടകങ്ങളിലേക്ക് നിങ്ങളിവിടെ പറഞ്ഞതുപോലെ പരിപൂർണ കമ്മീഷന്റെ റിപ്പോർട്ട് പോലും ലംഘിച്ചുകൊണ്ട് IAS അല്ലാത്ത ഒരാളെ ആ പദവിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ എല്ലാവരും കൊണ്ടുവരുമോ? അപ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിലെ സ്വർണ്ണങ്ങളും അതോടൊപ്പം തന്നെ മുഴുവൻ കക്കാൻ, പരമാവധി ഊറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാട്ടുകള്ളന്മാരെ നിയമിച്ചത് എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഈ പറയുന്ന വാസു മാത്രമല്ല, വാസുവിൻ്റെ ഇടപെടലിനപ്പുറം പത്മകുമാർ CPM നേതാവാണ്. പത്മകുമാർ കഴിഞ്ഞാൽ നിൽക്കില്ല അവിടെ കടകംപള്ളി സുരേന്ദ്രനുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞാൽ വാസവനും പ്രശാന്തും ഉണ്ട്. ഇവരൊക്കെ തന്നെ അങ്ങനെ കഴികഴി പോകാൻ കരിക്കേണ്ട ഇവരുൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായി ബോധപൂർവമാണ് സ്വർണം കക്കാൻ നേതൃത്വം കൊടുത്തത്. CPMമാർക്ക് സ്വർണം എന്ന് പറയുമ്പോൾ ഈ ഗ്രഹണി പിടിച്ച കുട്ടിയൊക്കെ ചക്കക്കൂട്ടം കണ്ട അവസ്ഥയാണ്. അമ്മമാരുടെ കഴുത്തിൽ നിന്ന് മാല മോഷ്ടിക്കുന്ന CPM കൗൺസിലാണ്. ഇപ്പോൾ അമ്പലത്തിലെ സ്വർണം പോലും കക്കുന്നവരായി ഇവർ മാറുകയാണ്. അപ്പോൾ ഇവരെ എങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റാതെ ബണ്ടിച്ചോറൊക്കെ ഇവരെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ടി വരില്ലേ? ഇവരൊക്കെ ഉന്നത പദവിയിൽ നിന്നിട്ടാണ് ഈ പണിയെടുക്കുന്നത്. ശബരിമലയും അയ്യപ്പനെയും സംരക്ഷിക്കേണ്ടവർ എന്തോ ഭാഗ്യമാണ്. ഇത് കോടതി ഇടപെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്ത് വന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അയ്യപ്പന്റെ പഞ്ചലോഹ വിഗ്രഹം പോലും അടിച്ചു കൊണ്ടുപോയി അവിടെ ഇവർ ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം വെക്കില്ലേ? എന്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, CPMമാർക്ക് എന്താ അയ്യപ്പൻ പിരാന്ത നായിക്കെന്ത് കുമാരൻ മാഷ് എന്ന് പറഞ്ഞ പോലെ ഇവർക്കെന്ത് അയ്യപ്പൻ എന്ത് ഇവർക്ക് സ്വർണം പണം അങ്ങനെ അവസാനഘട്ടം അടിച്ചു മാറ്റി സംഭവം മൊത്തം കട കാലിയാക്കുന്നത് പോലെ എല്ലാം കാലിയാക്കാനുള്ള പണിയെടുക്കുകയാണ്. എല്ലാ മേഖലയിലും അഴിമതി നടത്തുന്ന പോലെ ഈ അയ്യപ്പന്റെ സ്വർണം പോലും അടിച്ചു മാറ്റിയിട്ട് ന്യായീകരിക്കുകയാണ് വാസു മാത്രമല്ല, ഇനിയും അന്വേഷണം കൃത്യമായി പോയാൽ കോടതിയുടെ കൃത്യമായി ഇടപെടലുള്ളത് കൊണ്ടുമാണ് വാസുവിലെത്തിയത്. ആ അന്വേഷണ സംഘം ആർജവം കാണിക്കണം, നട്ടല് കാണിക്കണം, പത്മകുമാരെ ചോദ്യം ചെയ്യണം. അതിനുശേഷം അന്നത്തെ ഒരു മന്ത്രി ഉൾപ്പെടെ അറിയാതെ ദേവസ്വം തിരുവിതാംകൂർ അയ്യപ്പന്റെ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ കട്ടിൽ അടിച്ചു മാറ്റാൻ പറ്റുമോ? കട്ടിളയും ചെമ്പും അതോടൊപ്പം തന്നെ ഉരുളിയും ഉൾപ്പെടെയുള്ള സർവത്ര സാധനം അടിച്ചു മാറ്റി എന്നിട്ട് ഞങ്ങൾ ജയകുമാരെ കൊണ്ടുപോകുന്ന നോക്കുകയാണ്. അവിടെയുള്ള കക്കാൻ പറ്റുന്ന മുഴുവൻ കട്ടിട്ട് ബാക്കിയുള്ള സാധനം നോക്കാനാണ് ഇപ്പോൾ ജയകുമാരെ അങ്ങോട്ട് അയച്ചത്. ഇത് വിശ്വസിക്കോ? നിങ്ങളെയാണ് ഇതിന്റെയൊക്കെ കേരളത്തിന്റെ ഭരണത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചത്? എവിടെയും കേട്ടിട്ടുണ്ടോ ഈ കാട്ടുകൊള്ള? എവിടെയും കേട്ടിട്ടുണ്ടോ? എന്നിട്ട് ഇവര് ന്യായീകരിച്ച് മെഴുക എന്നിട്ട് അത് കേരളത്തിന്റെ ഒരു അഭിമാന ക്ഷേത്രത്തിൽ ആണ് ആ കാട്ടുകൊള്ള നടന്നിരിക്കുന്നത്. അതിനൊരു വലിയ മാഫിയ സംഘമുണ്ട്. അതിലൊരു ദേവസ്വം പ്രസിഡന്റ് അകത്താണ്, ഒരു പാർട്ടിയുടെ നേതാവാണ്. സുനിൽ മാക്കുറ്റി, നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് സംഘടനയിൽ എവിടെയാണ്? എന്താണ് നിങ്ങളുടെ പ്രതിഷേധം? ഇപ്പോ PK ഇളക്കിവിടാണ് ചോദിക്കുന്നുണ്ട്. ഇളക്കിവിടലൊന്നുമല്ല, നാട്ടിൽ അനീതി നടന്നാൽ ഇറങ്ങേണ്ടത് പ്രതിപക്ഷ സംഘടനയുടെ ഉത്തരവാദിത്തമാണ്. എവിടെ ശ്രീ ആഷ്മി ഇന്ന് ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് നടത്തിയ ജനങ്ങൾക്കിടയിലേക്ക് പോയില്ലേ? ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് ശ്രീ K മുരളീധരൻ ഉൾപ്പെടെ നേതാക്കന്മാർ നടത്തിയ ജാഥകൾ അവിടെ എത്തിയില്ലേ? അതുമായി ബന്ധപ്പെട്ട് വലിയ ജനരോഷം അവിടെ ആളിക്കത്തിച്ചില്ലേ? സ്വാഭാവികമായി ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പ് നടന്ന വലിയ പ്രതിഷേധം ഉണ്ടായില്ലേ? നാളുകൾ പ്രതിഷേധം നടക്കാൻ പോകാൻ ഇപ്പോഴാണ് CPMന്റെ നേതാവിനെ പിടിച്ചത്. ഇനി പിടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തെരുവിൽ ഇവരെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ തെരുവിൽ ഇറങ്ങാത്ത രൂപത്തിൽ ഞങ്ങൾ പ്രതിഷേധത്തിന് ശ്രീ ശ്യാംരാജ് അഡ്ജസ്റ്റ്മെന്റ് കാര്യം ശ്രീ ശ്യാംരാജ് ഒരു അമ്മയുടെ കഴുത്തിലെ മാല മോട്ടിച്ചുകൊണ്ട് വിറ്റ കഥയല്ല ഇത്. ഭഗവാന്റെ സ്വത്ത് മോട്ടിച്ച കേസാണ്. ഏതെങ്കിലും പോറ്റിയോ മുരാരിയോ മാത്രമല്ല, ഒരു സംവിധാനം ഒന്നാകെ കൂട്ടുകയെന്ന് ചെയ്ത അരും വൃത്തികേടിന്റെ കഥയാണ്. ശ്രീ ശ്യാംരാജ് ഇവിടെ വിശ്വാസ സംരക്ഷകർ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. കേവലം യുവതീ പ്രവേശത്തെ സുവർണാവസരം എന്ന് നിങ്ങൾ പറഞ്ഞവരാണ്. നിങ്ങൾക്ക് എന്താണ് മയക്കം? ഏതോ ഒരു വഴിപാട് സമരം നിങ്ങൾ നടത്തി, നിങ്ങളുടെ സമരങ്ങൾ പൂട്ടി. ഭഗവാന്റെ സ്വത്തടിച്ചു മാറ്റിയ കേസാണ്. ആചാരലംഘനത്തെക്കാൾ ഭീകരമാണ്. എന്തിനാണ് ശ്രീ ശ്യാംരാജ് ഒരു പഞ്ചസാര പാലുമുട്ട എന്ന മട്ടിൽ ഒരു മാർദ്ദവം? ഹാഷ്മി, എന്തായാലും ഈ ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഇടതുപക്ഷത്തിന് 2 പ്രതിനിധികളെ വിളിച്ചിരുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ പാർട്ടിക്ക് പറയാനുള്ളതും പറഞ്ഞതിന് ശേഷം ഹാഷ്മിയുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം. ഒന്ന് നോക്കൂ, ഇന്നലെ N വാസുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കണം. 2018 ഈ കനകദുർഗേനെയും ബിന്ദു അമ്മണിനെയും രഹന ഫാത്തിമയും ഉള്ള ആളുകളെ
ചുറ്റിനും പോലീസിനെ നിർത്തി പോലീസ് പ്രൊട്ടക്ഷനിൽ കയറ്റാൻ വേണ്ടി ചുക്കാൻ പിടിച്ച അതേ എൻ വാസു തന്നെ ഇന്ന് പോലീസിന്റെ ഇടയിൽ നിന്ന് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി അതേ പോലീസിന്റെ വലയത്തിനുള്ളിൽ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കാലത്തിന്റെ കാവ്യനീതി തന്നെയാണ്. അതിലൊക്കെ ഞങ്ങൾ ചെയ്ത സമരത്തിന്റെ ബാക്കി പത്രം കൂടിയാണ്. പിന്നെ ഇവിടെ ശബരിമലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പോകുന്ന അവരുടെ നഗ്നത പ്രദർശിപ്പിക്കാനാണെന്ന് പറഞ്ഞ ഇടതുപക്ഷം, ശബരിമല അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഗണപതി മിത്താണെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവര് തന്നെ പമ്പാ ഗണപതിയുടെ മുമ്പിൽ ആളില്ലാ സംഗമമാണെങ്കിൽ കൂടി ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണെങ്കിൽ കൂടി അങ്ങനെ ഒരു പരിപാടി അവിടെ നടത്തേണ്ടി വന്നതും കാലത്തിന്റെ കാവ്യനീതി തന്നെയാണ്. അതിലും ഞങ്ങൾ ഈ ചെയ്തിട്ടുള്ള സമരത്തിന്റെ കാലത്തിന്റെ കാവ്യനീതി രാഷ്ട്രീയ പാർട്ടി പറയേണ്ടതല്ല. പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്നത് കവികൾ പറഞ്ഞോട്ടെ, അത് രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ട സമരമല്ല, കാര്യമല്ല. രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് സമരമാണ്, തെരുവിലെ സമരമാണ്. ഇത്ര ഭീകരമായ കാട്ടുകൊള്ളയിൽ ഈ പറയുന്ന കൊള്ളക്കാർ നഗ്നരായി നിൽക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് ശ്യാംരാജ്? സമരത്തിന്റെ ബാക്കി പത്രം തന്നെയാണ് കാശ്മീർ. പറയട്ടെ, നിങ്ങൾ വിഷമിക്കല്ലേ, പറയട്ടെ അങ്ങോട്ട്. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താ? 2018 സ്ത്രീകളെ മുഴുവൻ ഈ രഹനാഭാസിമയും ബിന്ദു അമ്മണിയും അടക്കമുള്ള ആളുകളെ ശബരിമലയിലേക്ക് കയറ്റാൻ വേണ്ടി നോക്കി ഇടതുപക്ഷ സർക്കാർ. ഏതെങ്കിലും ഒരു അയ്യപ്പൻ ദാഹിച്ച് വിശന്നു വലന്ന് ക്ഷീണിച്ച് മേലെ ചെന്നിട്ടുണ്ടെങ്കിൽ അവനെ ലാത്തിയെടുത്ത് ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ചട്ടം കെട്ടി ഇടതുപക്ഷ സർക്കാർ. അതിനൊക്കെ അപ്പുറത്തേക്ക് ഏതെങ്കിലും നടപ്പന്തലിൽ വിരി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളമൊഴിച്ച് ടോയ്ലറ്റിലെ ടാപ്പ് വരെ പൂട്ടിയിട്ട ആ ഇടതുപക്ഷ സർക്കാർ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിട്ടുള്ള ഈ വാസു, ആ വാസു ഇന്ന് പോകുന്നത് എങ്ങോട്ടാ? ഞങ്ങൾ സമരം ചെയ്ത്, ഹാഷ്മി ചോദിച്ചില്ല ഞങ്ങൾ എന്താ ചെയ്തെന്ന്, ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങളെ ആളുകൾ റിമാൻഡിൽ കിടന്ന അതേ കൊട്ടാരക്കര ജയിലിൽ ഇന്ന് പോയി കിടക്കുമെന്ന് എൻ വാസു. അതും ഞങ്ങൾ ഇത് സമരത്തിന്റെ ബാക്കി തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ആരെങ്കിലും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ഭാഗം തന്നെയാണെന്ന് ഇതിന്റെ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇനി ഞങ്ങൾ ചെയ്ത സമരത്തിലോട്ട് ഞങ്ങൾ വരാം. ഹാഷ്മി, കേരളത്തിലെ ഞങ്ങളുടെ 280 മണ്ഡലങ്ങളിലും ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. പറയട്ടെ, നിങ്ങളുടെ ക്യാമറ പ്രതിപക്ഷവും ഇവിടെ 8 അടക്കാൻ ഉത്തരവ് ഇറങ്ങി. ഇവിടെ അല്ല ശ്യാമരാജ്, ഇവിടെ 8 അടക്കാൻ ഉത്തരവ് ഇറങ്ങി. 9 അടക്കാൻ ഉത്തരവ് ഇറങ്ങി. ഒന്നാമത്തെ ഇടക്കാല ഉത്തരവ് മുതൽ ഇതിൽ ഭീകരാവസ്ഥ കോടതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മൈൻഡ് ചെയ്തിട്ടില്ല ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ, മൈൻഡ് ചെയ്തിട്ടില്ല. ഹാഷ്മി പറയട്ടെ, ഹാഷ്മി നിൽക്കവിടെ. നിങ്ങൾക്ക് ഇടതുപക്ഷത്തിനെ വെളുപ്പിക്കണമെങ്കിൽ വെളുപ്പിച്ചോ, പക്ഷെ ഞങ്ങൾ ചെയ്ത സമരം കണ്ടില്ല എന്ന് പറയരുത്. എണ്ണി പറഞ്ഞുതരാം ഞാൻ. ഇനി ഹാഷ്മി കണ്ടിട്ടുണ്ടെങ്കിൽ 24 റിപ്പോർട്ടർമാർ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നേ. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങളുടെ മുഴുവൻ മോർച്ചകളും, യുവമോർച്ചയും മഹിളാ മോർച്ചയും അടക്കമുള്ള മുഴുവൻ മോർച്ചകളും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തു. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ഞങ്ങളുടെ മുഴുവൻ ആളുകളും രാപ്പകൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തു. നിങ്ങൾ കണ്ടില്ലേ? എന്താ കാണാൻ പറ്റാത്ത? 24 റിപ്പോർട്ടർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഹാഷ്മിക്ക് ഒന്ന് ചോദിച്ചുകൂടെ? അത് ഹാഷ്മി വെറുതെ ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ബാക്കി 14 ജില്ലാ കേന്ദ്രങ്ങളിലും അയ്യപ്പ സംരക്ഷണ സമിതിയുടെ പേരിൽ ഞങ്ങൾ സമരം അടുത്ത് പ്ലാൻ ചെയ്തിട്ട് തുടങ്ങാൻ വേണ്ടി പോവാൻ, നാളെ മരുന്നാളുടെ സമരങ്ങൾ നടക്കാൻ വേണ്ടി പോവാ. അപ്പൊ കേരളത്തിൽ 2018 2025 എല്ലാ കാലത്തും ശബരിമലയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഏതൊരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും കേരളത്തിലെ ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ സമരത്തിൽ തന്നെയാണ്. അത് കാണാതിരുന്നിട്ട് ഞങ്ങൾ സമരം ചെയ്തില്ല എന്നൊന്നും ഹാഷ്മി പറയില്ല. അങ്ങനെ തന്നെയാണെന്നേ, അങ്ങനെ തന്നെയാണ്. ഇവിടെ സമരം ചെയ്യുന്നതും വേണമെന്ന് വെച്ച് സമരം ചെയ്യുന്നതും രണ്ടാണ്. സമരം വേണമെന്നല്ലേ എന്റെ ഹാഷ്മി? സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ഒരു രാത്രി മൊത്തം മഴ നനഞ്ഞ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇരുന്നിട്ട് സമരം ചെയ്തത് വേണ്ടാത്ത സമരമാണോ? 14 ജില്ലാ കേന്ദ്രങ്ങളിലും, കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും ഒരു വട്ടം സമരം തുടങ്ങി, 2ാം വട്ടം സമരം തുടങ്ങാൻ പോകുന്നത് അതും ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാർ അടക്കമുള്ള, കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് ആർക്കോ വേണ്ടി ചെയ്യുന്ന സമരമാണോ? ഞങ്ങളുടെ മുഴുവൻ മോർച്ചകളും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി സമരം ചെയ്തത് ആർക്കു വേണ്ടിയിട്ട് ഈ സമരമാണോ? വെറുതെ നിങ്ങൾ പറയരുത്, വെറുതെ നിങ്ങൾ പറയരുത്. സമരം നിങ്ങളുടെ റിപ്പോർട്ടർ അവിടുന്ന് കൊണ്ടുവന്ന സമരം, അവിടുന്ന് റെക്കോർഡ് ചെയ്ത സമരം കണ്ടില്ല എന്ന് ഹാഷ്മി പറയും. സമരം കാണുന്നൊക്കെയുണ്ട്. ആ സമരം ഈ വിഷയത്തിന്റെ ഗൗരവത്തിന് അനുസൃതമായ സമരമാണോ എന്നാണ് ചോദ്യം. എനിക്ക് ശ്യാമരാജിനോടും അതാണ്, റിജിൽ മകനോട് ചോദിക്കാനുള്ള ചോദ്യം അതാണ്. ഓക്കെ, ഞാൻ അങ്ങനെ എത്താം. രാഹുൽ ഈശ്വർ ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയോ ദുർഗ്രാഹ്യതയോ ഒന്നുമില്ല. ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവുന്ന, ഒരു സ്കൂൾ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന അത്രത്തോളം നിർമ്മലമായ, ആ വാക്കുപയോഗിക്കാൻ എനിക്കറിയില്ല, അത്രത്തോളം ക്ലിയറായ കാട്ടുകൊള്ളയാണ്. നോക്കൂ, ഈ വാസു ഒരു ന്യായാധിപനായിരുന്നു. ഏത് കോടതിയുടെ ന്യായാധിപൻ? വിജിലൻസ് ട്രൈബ്യൂണൽ. അഴിമതി എങ്ങനെ? ഞാനെത്താം സിപിക്കോ, ഞാനെത്താം. ശ്രീ ഹാഷ്മി, ഞാൻ 7:30 വരെ ഉള്ളൂ, അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഹസ്കറിനോട് വിളിക്കുന്നത്. അതല്ലാതെ ഇടതുപക്ഷത്തിന് 2 പ്രതിനിധികളല്ല ശ്രീ ശ്യാമരാജ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ രാഹുൽ ഈശ്വർ എന്താണ് ഇദ്ദേഹം യെദ്യൂരപ്പൻ ഏത് കോടതിയിൽ? വിജിലൻസ് ട്രൈബ്യൂണലിൽ. അഴിമതി എങ്ങനെ നടത്തരുത് എന്ന് വിധി എഴുതിയ ഒരു ന്യായാധിപൻ ഈ മഹാ തട്ടിപ്പിന് അടിത്തറയിട്ട് കൊടുത്തു എന്നത് എന്തൊരു ഭീകരമാണ് ശ്രീ രാഹുൽ ഈശ്വർ. ഹാഷ്മി, 2-3 കാര്യങ്ങൾ. ഒന്ന്,
ആദ്യമായിട്ട് ശബരിമല കേസിന് അറസ്റ്റ് ചെയ്യപ്പെട്ട എന്റെ മുത്തശ്ശി ദേവികി അന്തർജനമാണ്. മുത്തശ്ശിയെയും അമ്മ മല്ലിക നമ്പൂരിയെയും പിന്നീട് പ്രയാർ സാറിനെയും എന്നെ അറസ്റ്റ് ചെയ്തു. അവർ പ്രായമായതുകൊണ്ട് അവരെ വിട്ടു. അന്ന് കൊട്ടാരക്കര ജയിലിലേക്കാണ് കൊണ്ടുപോയത്. അന്ന് ട്രാക്ടറിലാണ്, അതായത് ഒളിച്ചു മൂടിക്കെട്ടി ട്രാക്ടറിൽ, നിങ്ങൾ മീഡിയക്കാർക്ക് വിഷ്വൽസ് കിട്ടാതിരിക്കാൻ വേണ്ടി ആണ് കൊണ്ടുപോയത്. അന്ന് എന്റെ വൈഫ് ദീപ കൊട്ടാരക്കര ജയിലിന്റെ വെളിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് വാസു സാറിനെ അതേ കൊട്ടാരക്കര ജയിലിൽ, എന്നോടൊപ്പം ഞാൻ മാത്രമല്ല 7 പേരുണ്ടായിരുന്നു, ആ കൊട്ടാരക്കര ജയിലിലേക്ക് തന്നെ പോകുമ്പോൾ കാലത്തിനൊരു കാവ്യനീതി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് വാസു സാറിന്റെ കാര്യത്തിൽ. വാസു സാറെന്നാണ് അന്ന് വിളിച്ചിരുന്നത്, ഇന്നും വിളിച്ചിരുന്നത്. എനിക്ക് 10-20 വർഷമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. വാസു സാറാണ് യഥാർത്ഥത്തിൽ പത്മകുമാർ സാർ ബാലൻസ് ചെയ്യാനെങ്കിലും നോക്കിയിരുന്നു. പക്ഷേ പത്മകുമാർ സാറിനെ മറികടന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ദൂതനായി ഡൽഹിയിലേക്ക് എത്തി ദേവസ്വം ബോർഡ് അഫിഡവിറ്റിൽ എഴുതാത്ത കാര്യങ്ങൾ അഡ്വക്കേറ്റിനെ കൊണ്ട് ഉന്നയിപ്പിച്ച് അങ്ങനെങ്കിലും കേസ് തോറ്റോട്ടെ എന്ന് വിചാരിക്കുകയും മറ്റും ചെയ്ത വ്യക്തി വാസു സാറാണ്. അതോടൊപ്പം വാസു സാറിനെ കുറിച്ച് ഒരു വരി കൂടെ പറയണം. വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല, അദ്ദേഹത്തെ അറിയുന്ന ആളാണ് ഞാൻ, അതുകൊണ്ടാണ് പറയണം. ഞങ്ങൾ ആദ്യ പ്രക്ഷോഭം നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മുടെ OTC ഹനുമാൻ ടെമ്പിൾ, തിരുവനന്തപുരത്തെ നമ്മുടെ പുതിയ സെക്രട്ടറിയുടെ സൈഡിലുള്ള അമ്പലം. ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പം വാസു സാറാണ് അവിടെ വിളിച്ചു പറഞ്ഞത്, നിങ്ങളെ അകത്ത് കയറ്റരുത്. ഞങ്ങൾ പറഞ്ഞു സാറ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരികയാണ്. ഞാൻ എന്നിട്ട് വാസു സാറിനെ വിളിച്ചിരുന്നു. വാസു സാറ് പറഞ്ഞില്ല, അകത്ത് കയറാൻ പറ്റില്ല, കാര്യം ഹൈക്കോടതി നിയമമാണ്, നിങ്ങൾ പ്രക്ഷോഭകരാണ്, വിശ്വാസികളല്ല എന്നൊക്കെ. ഞങ്ങൾ അകത്ത് കയറി, അതുവരെ പോലീസുകാരടക്കം നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ വാസു സാറ് പക്ഷേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് ശബരിമലയിലെ സ്വർണ്ണം അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു നമ്മൾ അറിഞ്ഞില്ല. ഞാനപ്പോൾ എൻ്റെ കൂടെ നിന്നവരോട് പറഞ്ഞു, വാസു സാർ എന്തൊക്കെ പറഞ്ഞാലും വളരെ സീനിയർ ആണ്, വളരെ മുതിർന്ന ആളാണ്, എല്ലാ പോസ്റ്റിലും വരുന്ന അറിവുള്ള ആളാണ്, അദ്ദേഹത്തിനോട് നയപരമായ വ്യത്യാസം ഉണ്ടായിരുന്നു, അന്നും ബഹുമാനമായിരുന്നു എനിക്കുള്ളത്. പക്ഷേ വാസു സാർ ആ സമയത്ത്, അതായത് പ്രക്ഷോഭകർ തെരുവിൽ അടികൊള്ളുമ്പോൾ എല്ലാ പാർട്ടിക്കാരും ശക്തമായി തന്നെ അവരുടെ അഭിപ്രായങ്ങൾ പിന്നീട് മാറ്റി. അങ്ങനെ ഒരുപാട് അയ്യപ്പ ഭക്തർ സംഘടനകൾക്ക് അതീതമായി തെരുവിൽ തല്ലുകൊള്ളുമ്പോൾ വാസു സാറ് സ്വർണം കക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയായിരുന്നു എന്ന് സത്യസന്ധമായിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള ഒരു വേദന കൂടി ഈ അവസരത്തിലുണ്ട്. ഇനിയും നമ്മളിതൊന്നും സംശയിക്കേണ്ട. ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ കൃത്യവും വ്യക്തവുമായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഹേസ്റ്റ് ആൻഡ് പ്ലണ്ടർ. ഹൈക്കോടതിയുടെ വിധി തുടങ്ങുന്നത് ഞങ്ങൾ തെറ്റിദ്ധരിച്ചത് ഇതൊരു പ്രൊസീജിയറൽ ലാപ്സ് ആണെന്നാണ്. അല്ല, ഹേസ്റ്റ് ആൻഡ് പ്ലണ്ടർ, കൊള്ളയും കവർച്ചയുമാണെന്നാണ്. രണ്ട്, ഇതിൽ പിടിക്കപ്പെടുന്നവർ രക്ഷപ്പെടാവുന്ന ഒരു കാരണവശാലും വിശ്വസിക്കരുത്. കാര്യം ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ്. ഹൈക്കോടതി അക്കമിട്ട് 8ാം പാരാഗ്രാഫിൽ 9 കാര്യങ്ങൾ അക്കമിട്ട് ഹൈക്കോടതി പറയുന്നുണ്ട്, നിങ്ങൾ അത് അന്വേഷിക്കണം. പിന്നെ ഹാഷ്മി പറഞ്ഞു ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഈ വിഷയത്തിലെ ഹീറോ, ശബരിമല പോരാട്ടത്തിൽ അയ്യപ്പ ഭക്തരായിരുന്നു ഹീറോ. ഈ വിഷയത്തിൽ സംശയം ഒന്നും വേണ്ട, ഹീറോ ഹൈക്കോടതിയാണ്. നിങ്ങളടക്കം മാധ്യമങ്ങളോട് ഹാഷ്മിയോടുമുള്ള അഭ്യർത്ഥന 2 കാര്യങ്ങളാണ്. ഒന്ന്, ജസ്റ്റിസ് വിജയരാഘവൻ സാറിന്റെയും ജയകുമാർ സാറിന്റെയും ഒക്കെ ഫോട്ടോ അടക്കം നിങ്ങൾ കാണിക്കണം. ശബരിമലയ്ക്ക് വേണ്ടി, നമ്മുടെ അമ്പലങ്ങൾക്ക് വേണ്ടി പോരാട്ടം നയിച്ചത് അവരാണ്. 2, നിങ്ങൾ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളടക്കം നിരന്തരം ചർച്ചയും മറ്റും എടുത്തപ്പോഴാണ് ജനങ്ങൾ ഉണർന്നത്. കാര്യം നമ്മൾ ആരും വിശ്വസിച്ചില്ല, ഈ കൺമുമ്പിൽ നിൽക്കുന്ന സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകും ദേവസ്വം ബോർഡുകാരെന്ന് വിശ്വസിച്ചില്ല. കൺമുമ്പിൽ നിൽക്കുന്ന അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും വാതിലിൽ നിന്നും ഒക്കെ സ്വർണ്ണം അടക്കം കട്ടുകൊണ്ടുപോയി മറച്ചു വെക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നില്ല. അപ്പോ കുറെ കൂടെ ശക്തമായി നമ്മുടെ പൊതുസമൂഹം ഇതിൽ പ്രതികരിക്കണം. ഇനിയും കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവും. ഒരു കാര്യം കൂടെ ഉറപ്പിച്ചു പറയാം, അദ്ദേഹം മാത്രമല്ല, എനിക്ക് അടുത്ത ആളുടെ പേര് പറയാൻ വേദനയുണ്ട്, വ്യക്തിപരമായിട്ട് അറിയാം, അദ്ദേഹത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പം നിങ്ങൾ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. അന്ന് ശബരിമലയിൽ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നവരുടെ അറിവോടുകൂടി നേതൃത്വത്തോട് നടന്ന കള്ളയാണ്. അവർ കോംപ്ലിസിറ്റ് ഒന്നുമല്ല, ദേ വേർ ദി ലീഡേഴ്സ്. അതായത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പ്യൂണാണ്. ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പോറ്റിനിയ പറയില്ല, ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി വെറും പ്യൂണാണ്. മുരാരി ബാബു കയ്യാണ്. ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം, ഇത് നയപരമായ ഒരു കൊള്ളയാണ്. ഇറ്റ്സ് ഇസ് എ റോബറി ബൈ പോളിസി. ഒരു പോളിസി ഉണ്ടാക്കി ആ പോളിസിയുടെ ഭാഗമായി ശബരിമലയിലെ സ്വർണം പതിച്ച കാര്യങ്ങൾ, സ്വർണം പൂശി മാറ്റി വെച്ചാൽ ആരും അറിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ സ്വർണം എടുത്തു മാറ്റി അതിന്റെ വ്യാജ പതിപ്പുകൾ ഉണ്ടാക്കി, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവച്ച് ഒറിജിനൽ സാധനം പലർക്കായി വിറ്റ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും 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 പൂശി അതിൽ നിന്ന് കാശ് ഉണ്ടാക്കാമെന്ന് കരുതുന്നതാണ്. ഹാഷ്മിയുടെയോ എന്റെയും നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന്, ഇവിടെ ഒരുപാട് നല്ല പാനലിസ്റ്റ് ഇരിപ്പുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് 10 പവൻ എടുത്തോണ്ട് പോയി പണിക്കാരന്റെ വീട്ടിലേക്ക് 39 ദിവസം എടുത്തു എത്താനെങ്കിൽ നമ്മൾ ആ പണിക്കാരനെ വിളിച്ചു ചോദിക്കൂലേ, 39 ദിവസമായില്ലേ എന്റെ സ്വർണം അവിടെ എത്തിയില്ലേന്ന്. ശബരിമലയിൽ നിന്ന് നടന്നുപോയ ഉണ്ണികൃഷ്ണന് ചെന്നൈയിൽ 39 ദിവസത്തിന് മുമ്പ് എത്തായിരുന്നു. പക്ഷെ 39 ദിവസം അയാൾ കയ്യിൽ വെച്ചിരുന്നത് ഒരുപക്ഷെ ഫേക്ക് റെപ്ലിക്കയും ഡ്യൂപ്ലിക്കേറ്റും മറ്റും ഉണ്ടാക്കാനാണ്. വളരെ വേദനയോടെ പറയട്ടെ, ശബരിമലയിൽ ഇപ്പൊ ഇരിക്കുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എനിക്കത് പറയുന്നത് വളരെ വേദനയുണ്ട്. ശബരിമലയിൽ ഇപ്പൊ ഇരിക്കുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ആ ഒറിജിനൽ സാധനം തിരിച്ചെടുക്കണം. ശ്രീ റജൽ മാക്കുറ്റി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. എനിക്കൊരു ഭക്തൻ എന്ന രീതിയിൽ ആ ചോദ്യം ചോദിക്കാൻ പറ്റൂല, അയ്യപ്പന്റെ സ്വർണ്ണ വിഗ്രഹം അവിടെ ഇരിപ്പുണ്ടോ എന്ന്. കാരണം അത് ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ ഇരിക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോയി എന്ന് ആലോചിക്കണം. കാര്യം അതൊരു മാഫിയ കൊള്ള സംഘത്തെ പോലെ പ്രവർത്തിച്ചു. ഒരു വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ അമ്പലങ്ങളിൽ നിന്ന് മോട്ടിക്കൂല. ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധരായ കൊള്ളക്കാർ ചമ്പൽ കൊള്ളക്കാരാണ്.
ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ അമ്പലങ്ങളിൽ നിന്ന് മോട്ടിക്കൂല. ആ മോഷണമാണ് ദേവസ്വം ബോർഡ് നടത്തിയത്. അതിന് മാപ്പില്ല. അറസ്റ്റിലാകണം. അതിന് മാപ്പില്ലെന്നതിൽ ഒരു തർക്കം വേണ്ട. അത് കേരളം മറക്കുന്ന കൊള്ളയുമല്ല. കാര്യം ശബരിമല കേരളത്തിന് അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. ജാതി മതഭേദമന്യേ. ശ്രീ പി കെ ഗോപൻ, ഇവിടെ ഈ പറയുന്ന ഹൈക്കോടതിയുടെ ഈ പറഞ്ഞ 9 ഇടക്കാല ഉത്തരവുകൾ, ഒന്നാമത്തെ ഇടക്കാല ഉത്തരവ് മുതൽ കോടതിയുടെ കൺസേൺസ് ഉണ്ട്. അതിൽ കോടതി ആദ്യം മുതൽ പറയുന്ന സംശയങ്ങൾ ഒരൊറ്റ ഒരെണ്ണം പോലും പാഴായി പോയിട്ടില്ല. ഇടയ്ക്കൊരു ഉത്തരവിൽ കോടതി പറയുന്നുണ്ട് സി പി കെ ഗോപൻ, അതായത് ഈ ദ്വാരപാലകരുടെ പാളിയല്ല, ദ്വാരപാലകരെ തന്നെ ഇളക്കി മാറ്റി ഒരു കൺസിഡറബിൾ മോണിറ്ററി ബെനിഫിറ്റ് മറച്ചു വിറ്റോ എന്ന് അന്വേഷിക്കണം എന്ന് കോടതി പറഞ്ഞു. എനിക്ക് 100% ഉറപ്പുണ്ട് അത് ശരി എന്ന മട്ടിൽ അന്വേഷിക്കും. കാര്യം കോടതിയുടെ ഇതേവരെയുള്ള ഒരു സംശയവും തെറ്റിയിട്ടില്ല. സി പി കെ ഗോപൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞു അയ്യപ്പ സംഘം പൊളിക്കാനുള്ള ഗൂഢാലോചന, പിന്നെ പറഞ്ഞു പോറ്റി പ്രതിപക്ഷ നേതാവിൻ്റെ ആളാണ്, പിന്നെ പറഞ്ഞു ദേവസ്വം ബോർഡ് ഉത്തരവിനെ അട്ടിമറിച്ച കുറച്ച് ഉദ്യോഗസ്ഥരുടെ പങ്കെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ വരുന്നത് ആ തട്ടിപ്പ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ആശീർവാദത്തോടെ ഇന്ന് പകൽ പോലെ ഇപ്പോൾ തെളിയാണ്. പോയൊരു ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്നത് കേട്ടു, ഇത് കോടതി ഉദ്യോഗസ്ഥരെ എങ്ങനെ അന്വേഷിക്കുന്നത് പ്രേരിപ്പിക്കണം, ശരിയാണെന്ന് പറയുന്നത് കേട്ടു. ഈ വാദങ്ങളൊക്കെ ഇനി നിൽക്കുമോ? പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ആശീർവാദത്തോടു കൂടി നടന്ന കാട്ടുകൊള്ളയാണ്. കേരളം ചരിത്രത്തിൽ ഇന്നവരെ കാണാത്ത കൊള്ളയാണ്. പി കെ ഗോപൻ. ശ്രീ ഹാഷ്മി, ഇതിനകത്ത് 2 കോടതി കടന്നു വരുന്നുണ്ട്. ഒന്ന് ഹൈക്കോടതിയും ഒന്ന് സുപ്രീം കോടതിയും. ഇവിടെ എൻ്റെ സഹപാനലിസ്റ്റുകളെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന ശബരിമല കോടതി വിധിയുടെ പശ്ചാത്തലത്തിലുള്ള സംഭവങ്ങളെ ഇതിൻ്റെ മറയാക്കി എടുത്തിടുകയാണ്. ദയവായി അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഇത് കൊണ്ടുപോയാൽ ആ വിഷയം തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുത്ത നിലപാടിനെ കേരള ഗവൺമെൻറ് തള്ളിക്കളയണമെന്നും ഹൈക്കോടതി എടുക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ചർച്ച വരുന്നത്. ഇതെങ്ങനെയാണ് ശരിയാവുക? ശ്രീ എൻ വാസു എന്നൊരാളിനെ സാറെന്ന് വിളിക്കുന്ന പോലും അപകടമാണെന്നാണ് ഈ ഹാഷ്മി പറയുന്നത്. മാത്രമല്ല ഹാഷ്മി പറയുന്ന കേരളം ആ കത്തണമെന്നാണ്. ഇങ്ങനെയൊക്കെ ഈ വിഷയത്തെ കൊണ്ടുപോകലാണോ പ്രധാനപ്പെട്ട കാര്യം? ശബരിമല സുപ്രീം കോടതി വിധിയെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് എനിക്ക് സമയം പ്രതിപക്ഷത്താണെങ്കിൽ എന്താകുമെന്ന് ആലോചിച്ച് നോക്കൂ. അത് മാത്രമല്ല, ഞാൻ കത്തിക്കണമെന്ന് പറയുന്നില്ല, ഞാൻ നിങ്ങളുടെ സമരീതി പറഞ്ഞു. ആവുന്നിടത്തോളം കത്തിക്ക്. ഞാൻ പറഞ്ഞത് ശബരിമലയിലെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത ആളുകളാണ് കോൺഗ്രസും ബി ജെ പിയും. RSSന്റെ അഖിലേന്ത്യാ നേതൃത്വം സ്വാഗതം ചെയ്തു, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം സ്വാഗതം ചെയ്തു. BJPയുമായിട്ട് ബന്ധമുള്ള വനിതകൾ പോയി കോടതി ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വന്നു. കോടതി ഉത്തരവിനെ മാനിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല, അവിടെ ശബരിമലയിൽ ഭക്തരായിട്ടുള്ള ആളുകളെ തേങ്ങ എറിഞ്ഞും മറ്റു രൂപത്തിലും ആക്രമിച്ച ആളുകളുടെ മാത്രമേ കേസെടുത്തിട്ടുള്ളൂ. ബാക്കി മുഴുവൻ കേസും പിൻവലിച്ചു. അവിടെ ഉണ്ടായിരുന്നതിൽ 90% കേസ് പിൻവലിച്ചു. അവിടെ ഉള്ളത് അക്രമികളായിട്ടുള്ള ആളുകളുടെ പേരിൽ മാത്രമേ ഉള്ളൂ കേസ്. ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തമാണത്. അത് വെച്ചുകൊണ്ട് ഈ ശബരിമല സ്വർണ്ണക്കേസിനെ അളക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് കാര്യമില്ല. ശബരിമലയിൽ ഏതെങ്കിലും വിധത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ശ്രീ ഹാഷ്മി ചൂണ്ടിക്കാണിച്ച 3 കാര്യം: 1 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടൽ, 2 പ്രതിപക്ഷ നേതാവിൻ്റെ സംസാരം, 3ാമതായിട്ട് ഇതിൻ്റെ ഉത്തരവാദികൾ. ഇത് 3 ഞങ്ങൾ ആ 3 പോയിന്റ് ഉറച്ചു നിൽക്കുകയാണ്. കാരണം മുരാരി ബാബു കോൺഗ്രസ് ആണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വഹിന്ദു പരിഷത്താണ്, KS ബൈജു INTCയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ്. അങ്ങനെ കോൺഗ്രസും BJPയുമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിൽ പങ്കാളികളാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ശ്രീ എൻ വാസുവിലേക്ക് നിരീക്ഷണം എത്തിക്കഴിഞ്ഞു. എൻ വാസു അക്കാര്യത്തിൽ കുറ്റവാളിയാണെങ്കിൽ ഒരു കാരണവശാലും തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ആൾ എൻ വാസു CPM-കാരനാണ്. അപ്പൊ CPM മറുപടി പറയണ്ടേ? അങ്ങനെ ഇടപെടല. ഞാൻ ഇടപെട്ടില്ല. ഞാൻ അവരുടെ ചർച്ചയിൽ ഇടപെട്ടില്ല. ഞാൻ അവരുടെ ചർച്ചയിൽ ഇടപെട്ടില്ല. ഞാൻ അവരുടെ ആരുടെയും ചർച്ചയിൽ ഇടപെട്ടില്ല. അല്ലല്ല, നീ ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിന്റെ പേരിലാണ് CPM ദേവസ്വം ബോർഡിലേക്ക് ആളിനെ കൊടുക്കുന്നത്. CPMന് ദേവസ്വം ബോർഡ് എന്നുള്ളത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. CPM ഭരിക്കുന്ന ദേവസ്വം ബോർഡ് മാത്രമല്ല, നിങ്ങൾ 3 മുഖ്യമന്ത്രിമാർ, 3 സ്റ്റേറ്റിൽ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, അവിടൊക്കെ മന്ത്രിമാരായിട്ടുണ്ട്. ഒരാളും ഒരു കോടതി വരാന്തയിൽ നിൽക്കുന്നില്ല. ശ്രീ ഹാഷ്മി, ഞങ്ങൾ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ട് മുതൽ അഖിലേന്ത്യാ നേതൃത്വം വരെ പരിശീലിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു തരത്തിലും അഴിമതിയെ ഞങ്ങൾ സംരക്ഷിക്കില്ല. ഒരാളെ സംരക്ഷിച്ച ചരിത്രം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവോ? ഒരു അഴിമതിക്കാരനെയോ അഴിമതിക്കാരനെയോ സംരക്ഷിച്ച ചരിത്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാവോ? ഞങ്ങൾ ആവശ്യമായ നേതൃത്വം പറഞ്ഞത് ആരാണോ ഇതിന് ഉത്തരവാദികൾ. അതുപോലെ കോടതിയുടെ കാര്യത്തിലും
കോടതിയുടെ കാര്യത്തിൽ ആവിയാവും. നിങ്ങളിപ്പോൾ ഈ ചെമ്പിൽ പൊതിഞ്ഞ നേരത്തെ സ്വർണ്ണം സംശയം എങ്ങനെ ആവിയാവും എന്നുള്ള പറഞ്ഞല്ലോ, ഗ്ലാസ്സാണ് SIT യുടെ പേര് കൊടുക്കുന്നത്, സംശയം വാസുവിനെ പോലെ കൊണ്ടുവന്നു, വെച്ചിട്ട്. ഹൈക്കോടതിയുടെ പേര് സംശയം കൊണ്ടുവന്നു. അപ്പോഴെല്ലാം ഞങ്ങൾ എടുത്ത നിലപാടെന്താ? നേരെ വിപരീതമാണ്. അവരിത് കൃത്യമായിട്ട് തെളിയിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവിടെ CBI വരണം, മറ്റൊരു വരണം, മറിച്ചേര് വരണം എന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ. ആ പറഞ്ഞതിലൊക്കെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണോ, അതോ SIT യുടെ നിരീക്ഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നതോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ശബരിമലയിൽ SIT യുടെ നിരീക്ഷണം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിലപാടിനെ അതിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. സിമാക്കുറ്റി, ശ്രീ ആഷ്മി, ഈ പറയുന്നതിനകത്ത് യാതൊരു പിടിക്കപ്പെട്ടപ്പോൾ ആ പിടിക്കപ്പെട്ട ആളെ CPM-ന്റെ ഉന്നതനായ നേതാവായി നിന്ന് ആളെ പിടിച്ചപ്പോൾ ഇതിന് പിറകിൽ ആള് വരുന്നുണ്ടപ്പോൾ ഇവരെന്ത് പറയും? ഇവരെ സംബന്ധിച്ച് SIT എന്ന് പറയുന്ന അന്വേഷണ സംഘം ഹൈക്കോടതി നിയന്ത്രിക്കുന്നതുകൊണ്ട് അല്ലെ ഇത് എവിടെ എത്താൻ പോകുന്നില്ല. ഇപ്പൊ ഇവർ മൊത്തം പിടിക്കപ്പെട്ടു. ഇനി എന്ത് ന്യായീകരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ വാസു പാർട്ടിക്കാരനല്ല, അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും പോലും യഥാർത്ഥത്തിൽ ഇത് കക്കാൻ വലിയ ഗവേഷണം നടത്തി എന്നുള്ളതാണ്. ഈ ശബരിമലയിലെ സ്വർണം എങ്ങനെ കക്കാമെന്നുള്ളതിനെ പറ്റി പാർട്ടി ആലോചിച്ചിട്ടാണ്. കേവലം ഇത് വാസുവിന്റെ ബുദ്ധിയിൽ വന്നൊന്നല്ല, CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഒരു വിഭാഗം ആളുകൾ ആലോചിച്ചുറപ്പിച്ചിട്ടാണ് ഈ കക്കല്. അല്ലാതെ ശബരിമലയിൽ സ്വർണം കക്കാൻ അങ്ങനെ കഴിയോ? ഇത്രയും വലിയ കളവ് നടത്താൻ പറ്റുമോ? കട്ടിളപ്പാളി ഇളക്കി മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ അവിടെ ധാരപാലക ശില്പം സ്വർണ്ണം അടിച്ചു മാറ്റാൻ പറ്റുമോ? അപ്പൊ ഇവര് പാർട്ടി എടുത്ത ക്ലാസ് ആണ്. ഇവര് പിന്നെ ആരാ നിങ്ങളെ ആളിൽ പത്മകുമാർ ആരാ? നിങ്ങളുടെ നേതാവല്ലേ? ഇനി അന്വേഷിക്കട്ടെ, ഈ ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ആളെ എന്തിനാ കുന്തം വിഴുങ്ങാനാണ് അവിടെ വെച്ചത്? ഈ സാധനം കക്കുമ്പോ അയാൾ എന്താ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അയാൾ വാസു കക്കുമ്പോ നേതൃത്വം കൊടുക്കുമായിരുന്നു. അന്വേഷിച്ച കടകംപള്ളി സുരേന്ദ്രൻ കുടുങ്ങേണ്ട ആളാണ്. വളരെ കൃത്യമായി കടകംപള്ളി സുരേന്ദ്രൻ ഇനി പങ്കുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ നടക്കില്ല. എന്തിനു പറയും? AKG സെന്റർ, നേരത്തെ പറഞ്ഞ ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് AKG സെന്ററിൽ പോയി ചർച്ച നടത്തിയ ആളാണ് വാസു. അത്രയേറെ പ്രിയപ്പെട്ടവനാണ് വാസു. ആ പ്രിയപ്പെട്ടവൻ സ്വർണം കട്ടാൽ ആ സ്വർണത്തിന്റെ പങ്ക് ഈ കടകംപള്ളി ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർ കൊടുത്തില്ലെന്ന് ആര് പറയാൻ പറ്റൂ? ഇവരൊക്കെ വീതിച്ചെടുത്തിട്ടുണ്ട്, ഒരു തർക്കമില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ അഴിമതിക്കെതിരായി പുറപ്പുറം തൂകുന്നവർ, സംസാരിക്കുന്നവർ, ശബരിമലയിൽ വീരപ്പം വന്നാൽ ഇവരെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കും. കാരണം ചൂരൽമലയിലെ കായലിലും അവിടുത്തെ മലയിടുക്കുകളിലും ഒടുങ്ങിപ്പോയ മനുഷ്യന്റെ പണം അടിച്ചു മാറ്റിയ ഒരു പാർട്ടിക്ക് CPM-നെ കുറിച്ച് ഒരക്ഷരം പൈസ അടിച്ചു മാറ്റിയ പാർട്ടിയാണ്. ആ പാർട്ടിയാണോ CPM-നെ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങൾ ശബരിമലയിൽ ഒരു തരി സ്വർണം പോയിട്ടുണ്ടെങ്കിൽ 2 തരി തിരിച്ചു കൊണ്ടുവച്ചിട്ട് CPM ഭരണം വിടും. ശബരിമലയിൽ സ്വർണം മുഴുവൻ തിരിച്ചു കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഭരണം വിടുകയുള്ളൂ. തിരിച്ചു കൊണ്ടുവെപ്പിക്കും. അത് കോൺഗ്രസ് പ്രവർത്തകരായാലും CPM പ്രവർത്തകരായാലും. അതുകൊണ്ട് ചൂരൽമലയിലെ പണം അടിച്ചുകൊണ്ടുപോയ ആളുകൾക്ക് ഈ കേരളത്തിൽ വന്നിട്ട് ഈ ധാർമ്മികതയെ കുറിച്ച് പ്രസംഗിക്കാൻ ഒരു അവകാശമില്ല. അങ്ങനെ നിങ്ങൾ പ്രസംഗിക്കരുത്. നിങ്ങൾ ചൂരൽമലയുടെ പണം തിരിച്ചുകൊണ്ട് കൊടു. ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി പണം തിരിച്ചുകൊണ്ട് കൊടു. പണം പിരിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യർ കൊടുക്കുക. അങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. ഒരു വ്യക്തിയല്ല ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് ഒന്നാകെ ചെയ്തതാണ്. നിങ്ങൾക്ക് എന്ത് സമാധാനം കേരളത്തോട് പറയാനുള്ളത്? ആ ശീലമല്ല ആണോ CPM പരിശീലിപ്പിച്ചിരിക്കുന്നത്? 20 കോടി രൂപ ആക്രി പറക്കി കൊണ്ടുകൊടുത്ത് ചെറുപ്പക്കാരി നാട്ടിലുണ്ട്. അങ്ങനെ അവരെ പരിശീലിപ്പിക്കുന്നത്. അല്ല ശബരിമലയിലെ സ്വർണം കൊണ്ടുവന്ന് AK സെന്ററിൽ കൊടുത്തിട്ട് ഈ പാർട്ടിക്കൊന്നും നേടണ്ട. ആ ശീലം നിങ്ങളുടെ പാർട്ടികൾക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായി പറഞ്ഞത് ആരായാലും നടപടി സ്വീകരിക്കുന്നു. 1,87,00,000 രൂപ അടിച്ചുകൊണ്ടുപോയ കോൺഗ്രസ് അഴിമതിക്കാരായ പാർട്ടിക്കാരെ ചിത്രീകരിക്കാൻ വേണ്ട. ശരി, ഓക്കെ ഞാൻ ശ്രീ ശ്യാംരാജ് ഇവിടെ നോക്കൂ. അഴിമതി പണ്ടാരമാണ് നിങ്ങൾ. ഓക്കെ ഞാൻ ശ്രീ ശ്യാംരാജ് ഇവിടെ നോക്കൂ. ശ്യാംരാജ് ഇവിടെ ഈ പറയുന്ന വിജിലൻസ് കോടതിയുടെ അല്ലെങ്കിൽ വിജിലൻസ് ട്രിബ്യൂണൽ ന്യായാധിപനായിരുന്ന ആളാണ്. അവിടെ ഒരു തട്ടിപ്പുണ്ടാവണം. ആ തട്ടിപ്പ് പിടിക്കപ്പെടാതിരിക്കണം. അഭിഭാഷക ബുദ്ധി വർക്കൗട്ട് ആവുന്നു. അഭിഭാഷക ബുദ്ധി വർക്കൗട്ട് ആയതുകൊണ്ടാണ് സുധീഷ് കുമാർ ഇത് സ്വർണം പൂശിയ ചെമ്പ് എന്ന് പറഞ്ഞ എഴുതി കൊടുത്ത കത്ത് ഈ വാസുവിൻ്റെ ഓഫീസ് വഴി കയറി ഇറങ്ങുമ്പോഴേക്കും പരിണാമം പ്രാപിച്ച് ആ സ്വർണം അങ്ങ് മാഞ്ഞു പോയത്. അത് കട്ടളയുടെ കാര്യത്തിൽ മാതൃകയായി കൊടുത്തു. ദ്വാരപാലകരുടെ കാര്യത്തിൽ അതേ മാതൃക തുടർന്നു. ഇനി ഇപ്പോൾ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ള ഈ പറഞ്ഞ മേൽക്കൂര ഉണ്ടല്ലോ, മേൽക്കൂരയ്ക്കകത്ത് എന്തോ ചോർച്ചയുണ്ടെന്നോ ഇളക്കിക്കൊണ്ട് പോകാൻ നീക്കം നടന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇളക്കിക്കൊണ്ട് പോയോ? ഇരിക്കുന്നത് ഒറിജിനൽ സ്വർണ്ണമാണോ, ഒറിജിനൽ മേൽക്കൂരയാണോ എന്നൊക്കെ എന്താണ് തെളിയണം. രാജ്യരാമൻ പോയിട്ടുണ്ടോ എന്ന കാര്യം. ശ്യാമരാജ് നോക്കൂ, ഇത് ഒരു കാലാകാലങ്ങളിലേക്കുള്ള തട്ടിപ്പിന് പിടിക്കപ്പെടാതിരിക്കാൻ നിയമത്തിന്റെ ലൂപ്പ് ഹോൾ വഴി ഒരു മാതൃക ഉണ്ടാക്കി കൊടുത്തു ഈ വാസു. ചെറിയ കാര്യമാണോ ശ്യാമരാജ്? ഹാഷ്മി,
വാസു മാത്രമല്ലെന്ന്, വാസുവിലൊന്നും നിർത്തണ്ട. വാസു ഇവരുടെ ഇടയ്ക്കുള്ള അലിബാബി 41 കള്ളന്മാരിലെ 30ാമത്തെ 29ാമത്തേക്ക് വരത്തുള്ളൂ. അതിന് മേലേക്ക് 28 മുതൽ 1 വരെയുള്ള കള്ളന്മാർ വേറെ ഉണ്ടെന്നേ. ഈ വാസു ആരാ? ഈ പറഞ്ഞ പോലെ ട്രിബ്യൂണലിലെ അംഗമായിരുന്ന, വിജിലൻസ് ട്രിബ്യൂണലിന്റെ അംഗമായിരുന്ന ഒരാൾ, ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് ആയിരുന്ന ഒരാള്, പിണറായി വിജയന്റെ ഒക്കെ ചങ്ങായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഒരു വശത്ത് ശബരിമലയിൽ സമരം നടക്കുമ്പോഴത്തേക്ക് മറുവശത്ത് ഇതെല്ലാം കൂടി കക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തയാള് അയാൾ തന്നെയൊന്നും അല്ലാന്നേ. അയാൾക്ക് കൃത്യമായിട്ട് നോക്കൂ, ഇതിനകത്ത് 2 പേരുണ്ട്. ഒന്ന് എൻ വാസു എന്ന് പറയുന്ന ആളും ഒന്ന് ഈ പത്മകുമാർ എന്ന് പറഞ്ഞ ആളും. ഒരാൾ കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെങ്കിൽ ഒരാൾ ഇവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നേ. നോക്കൂ, കോടതി വിധി വരെ ലംഘിച്ചുകൊണ്ട് ഈ എൻ വാസുവിനെ പോലുള്ള ഒരാളെ ശബരിമലയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ വലിയൊരു സമരം നടക്കുന്നു. ആ സമയത്ത് തന്നെ ഇയാളെ പിടിച്ചിട്ട് അവിടുത്തെ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആക്കുന്നു. 2 തവണ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിടിച്ചിട്ട് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് കമ്മീഷൻ ആക്കിയതിനു ശേഷം വീണ്ടും പിടിച്ച് പ്രസിഡന്റ് ആക്കുന്നു. ഇതൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെയാണെന്നേ. അതായത് ഇതിന് മുകളിലുള്ള ആളുകൾ അറിയാതെ ഒന്നും, ഈ വാസു മാത്രമൊന്നുമല്ല, വാസുവിന് മുകളിലുണ്ടായിരുന്ന അന്നത്തെ കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഒന്നും, കെ രാധാകൃഷ്ണൻ അറിയാതെ ഒന്നും, VN വാസവൻ അറിയാതെ ഒന്നും ശബരിമലയിലെ ഒരു തരി സ്വർണ്ണം പോലും പുറത്ത് പോവില്ലാന്നേ. ഇവിടെ നമ്മുടെ ഈ ഡിസ്കഷനിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് കാശ്മീർ. ഞാൻ പറയട്ടെ, ഇവിടെ ആദ്യം വന്നിട്ടുള്ള നിങ്ങൾ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മഹസറുകൾ എന്നുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ തന്നെ പൂശിയത് 1.5 കിലോഗ്രാമോളം സ്വർണ്ണമാണെന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നേ. ഇപ്പൊ നമ്മൾ എത്ര ഗ്രാമിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? 981 ഗ്രാം. അവിടെ തന്നെ 1/2 കിലോഗ്രാമോളം സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ കഥയില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം, ഈ UB ഗ്രൂപ്പിന്റെ, അതും നിങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്താണ്, UB ഗ്രൂപ്പിന്റെ അമാൽഗമേഷൻ വിദഗ്ധരുണ്ട്. അമാൽഗമേഷൻ വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തെ കുറിച്ചിട്ടൊക്കെ വൈദഗ്ധ്യമുള്ള ആള്, ഒരു സെന്തിൽനാഥ് എന്ന് പറഞ്ഞ എറണാകുളംകാരൻ. അദ്ദേഹം പറഞ്ഞത് 99-ല് UB ഗ്രൂപ്പ് 5 കിലോഗ്രാം ശബരിമലയിൽ കൊടുത്തു എന്നാ. ഇന്ന് 5 കിലോഗ്രാമിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോഴും ചർച്ച അതിലാണ് അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഈ കള്ളന്മാര് കട്ടെടുത്തോണ്ട് പോയെന്ന്. അവിടെ സംഭവിച്ചിട്ടുള്ളത് എൻ വാസുവിനെ ഉപയോഗിച്ച്, എ പത്മകുമാറിനെ ഉപയോഗിച്ചിട്ട്, ഈ പോറ്റി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പെരുങ്കള്ളനെ ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് കെട്ടു. അത് തന്നെയാണ് ഇവരുടെ ദേവസ്വം ഭരിച്ചിരുന്ന ഇവരുടെ നേതാക്കന്മാർ കേട്ടു. ഇവിടെ നോക്കൂ, ഇവിടെ ഇവർ പറയുന്നത് കേട്ടു. ഞാൻ ഇന്നലത്തോടെ ചർച്ചകൾക്ക് പങ്കെടുക്കുമ്പോൾ ഇവർക്ക് ഈ വാസു ഇതുപോലെ ഒരു പെരുങ്കള്ളനെ വിളിക്കുക സാറ്. ഇവർക്ക് സാറിന്ന് വിളിക്കാതിരിക്കാൻ പറ്റില്ലെന്നേ. ഇവരുടെ സാറാണ്. ഇവർക്ക് ഈ സാറുമാരെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? എന്താ പഠിപ്പിക്കുന്നത്? എന്തായാലും പഠിപ്പിക്കുന്ന ആൾക്കാരാണ് സാറ്. ഇവരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കള്ളത്തരം പഠിപ്പിക്കുന്ന, കൊള്ള പഠിപ്പിക്കുന്ന സാറാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് സാറിന് ഇവർക്ക് വിളിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കൂട്ടുകച്ചവടം തന്നെയാണ്, ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ. അതല്ലാതെ ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിൽ നിന്നും, ശബരിമല പോലൊരു വലിയ ക്ഷേത്രത്തിൽ നിന്നും ഈ 5 കിലോഗ്രാം സ്വർണമൊന്നും അത് ദേവസ്വം പ്രസിഡന്റും ദേവസ്വത്തിന്റെ മന്ത്രിമാരും അറിയാതെ ഒന്നും പോകൂല ഹാഷ്മി. ഇവിടുത്തെ പോലീസ് അറിയാതെ, ഇവിടുത്തെ സംവിധാനങ്ങൾ അറിയാതെ, അതിനകത്ത് വലിയ ബുദ്ധിയൊന്നും വേണ്ടാന്ന്, അതിനകത്ത് ഇത്ര തെളിവിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ പറയുന്നൊരു നാണം, ഒരു കാര്യം കൂടി, പറയുന്നൊരു നാണം വേണ്ട ഹാഷ്മി. ഉണ്ണികൃഷ്ണൻ പോയിട്ട് VHP കാരനാണ് പോലും. എവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക് ഈ തെളിവ്? ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഏത് കടകംപള്ളി സുരേന്ദ്രന്റെ ഒപ്പം ഇരുന്നിട്ട് ചായ കുടിക്കുന്ന, കല്യാണത്തിന് പോകുന്ന, അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഉണ്ണികൃഷ്ണൻ പോയിട്ട് VHP കാരനാണത്രേ. പറയുന്നതിനോട് ശബരിമലയിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കയറി ഇറങ്ങി അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാളും ദേവസ്വം മന്ത്രിയെക്കാളും സ്വാധീനമുള്ള നിങ്ങൾ ഭരിക്കുമ്പോ അങ്ങനെ സ്വാധീനമുണ്ടാക്കിയ ഒരു വ്യക്തി VHP കാരനാന്നൊക്കെ പറയാൻ ചില്ലറ നാണോ എന്ന് എന്തായാലും 2019 നടന്ന ക്രമക്കേടുകൾ മറച്ചുവെക്കാൻ 25-ലെ അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല, മാധ്യമങ്ങളല്ല, കോടതിയാണ്. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല, പത്മകുമാറും PS പ്രശാന്ത് ഒക്കെ സംശയനിഴലിലാണ്. ഇതുകൊണ്ടൊന്നും തീരില്ല കേട്ടോ. ശ്രീ അസ്കർ, ഈ വാസുവിന്റെ മൊഴി പ്രകാരം 19-ലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങൾക്കുമെതിരായ നടപടിയിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല. റിമാൻഡ് റിപ്പോർട്ടിൽ വാസുവിന്റെ പങ്ക് വളരെ കൃത്യമായി കണ്ടെത്തിയ കാര്യം SIT പറയുന്നുണ്ട്. വാസു പൊളിറ്റിക്കൽ നോമിനിയാണ്. പൊളിറ്റിക്കൽ നോമിനി എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല, പൊളിറ്റിക്സ് തന്നെയാണ്, അത് പാർട്ടി തന്നെയാണ്. CPM ഈ വിഷയത്തിൽ ഇനി ഈ പറയുന്ന അരവർത്താനം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ശ്രീ ഹസ്കർ? ഹാഷ്മി, ഞാനിതിൽ ഏറ്റവും പരമപ്രധാന വ്യത്യസ്തമായൊരു നിലപാട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷേ PK ഗോപൻ എടുത്ത നിലപാട് ഇക്കാര്യത്തിൽ എനിക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ തോന്നലും വിചാരവും. ആംഗലേയ ഭാഷയിൽ 2 വാക്കുകളുണ്ട്, സർമൈസസ് ആൻഡ് കൺജങ്ക്റ്റീവ്സ്. അത് ഊഹാപോഹങ്ങളും കെട്ടുകഥകളുമെന്ന് പരിഭാഷപ്പെടുത്താം. ആ 2 ഊഹാപോഹങ്ങളും കെട്ടുകഥകളും മാധ്യമ വിചാരണയുടെ സമ്മർദ്ദത്തിലുമാണ് SIT ഇപ്പോൾ വാസു സാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ
ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ചില പരാമർശങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടും ഡിവിഷൻ ബെഞ്ചിൻ്റെ സർവൈലൻസിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഒരുപക്ഷെ മാധ്യമങ്ങൾ ഇങ്ങനെ അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് എന്തുവാണ് വാസു സാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ സാഹചര്യത്തിലേക്ക് വാസു സാറിനെ അറസ്റ്റ് ചെയ്തത് മാധ്യമങ്ങളുടെ കൊടുക്രൂരമായ വേട്ട കൊണ്ടല്ല. ഹൈക്കോടതിയുടെ 9 ഞാൻ അങ്ങ് അയച്ചു തരാം, 1, 2, 3 ഞാൻ അങ്ങ് അയച്ചു തരാം, 9 ഉത്തരവ് അയച്ചു തരാം. കോടതി പറയുന്ന കാര്യങ്ങൾ അതിമാരകവും അതിഭീകരവുമാണ്. കോടതിയുടെ ബോധ്യം പറയുന്നതാണ്, അത് പരാമർശമൊന്നുമല്ല. നിങ്ങൾ എന്നോടൊപ്പം യോജിക്കണം. അത് ഇന്റർവ്യൂ മോഡൽസ് ആണ്. ഞാനൊരു തർക്കവും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നില്ലല്ലോ. 16/2/2014 കോടതിക്കാ പങ്ക്. വിചാരണ നടത്തുകയാണെന്നേ. ഒരു മനുഷ്യൻ ഒരു 75 വയസ്സുള്ള മനുഷ്യന്റെ ഇത്രയും കാലത്തെ ജീവിതം അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് ആ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്തതിനെ കുറിച്ച് കൂടി ഞാൻ പറയാം. ഇപ്പോ നേരത്തെ റിജിലും അതുപോലെ ശ്യാമവും ഒക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത് എന്താ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ പോറ്റിയെന്ന് വിളിക്കും, വാസുവിനെ കള്ളനെന്ന് വിളിക്കുക. വാസു സാറിനെ നിങ്ങൾ കള്ളാന്ന് വിളിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാ? ഇപ്പൊ ഒരു കുറ്റാരോപണത്തിലേക്ക് ഞാൻ വരാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മഹാനായ പോറ്റി ആരും പറയുന്നില്ല, ബഹുമാനപ്പെട്ട പോറ്റി എന്ന് പറയുന്നില്ല. അവരിപ്പോഴും ഉണ്ണികൃഷ്ണനെ അവരിപ്പോഴും നേരത്തെ രാഹുൽ മാത്രമുള്ള അക്കാര്യത്തിൽ ഒരു ധൈര്യം കടിച്ചത് ഉണ്ണികൃഷ്ണൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി എല്ലാവരും പോറ്റിയാ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഈ പറയുന്ന ആളുകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസു സാറിന്റെ നിറമാണോ, അദ്ദേഹം പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളാണെന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾക്ക് ഈ വിഷമം? അപ്പൊ ആ രീതിയിൽ ആക്രമിക്കട്ടെ. അതവിടെ നിൽക്കട്ടെ. എന്റെ സമയല്ലേ ഈ തൊലി വെളുത്ത പോറ്റിക്കൊപ്പം ഇപ്പൊ ഇയാളകത്ത് കിടക്കുന്നത് അങ്ങനത്തെ പറഞ്ഞോളല്ലേ? തൊലി എടുത്തത് കൊണ്ട് പത്മകുമാർ പറയാതിരിക്കോ? കടകംപള്ളി സുരേന്ദ്രനെ പിടിച്ച പറയില്ലേ? കടകംപള്ളി സുരേന്ദ്രന്റെ തൊലി പറയാതിരിക്കോ? നിങ്ങളെ നാളെ മുതൽ പിടിക്കപ്പെടാൻ പോവാണ്. മഞ്ജൂർ ബാബു ശങ്കരൻകുട്ടി മഞ്ജൂർ ബാബു തെരഞ്ഞെടുപ്പായപ്പോഴും ശങ്കരൻകുട്ടി നാരായണുണ്ട് എന്നിടയ്ക്ക് കൂടെ. പോട്ടെ, പറഞ്ഞു പൂർത്തിയാക്കും. അല്ല അതായിക്കോട്ടെ, ഞാൻ പറയട്ടെ. അതായത് രണ്ട് ലിമ്പിലാണ് വാസുസാറിനെതിരെയുള്ള ആരോപണം ഉള്ളത്. ഒന്ന്, അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്ത് 16/2/2019 ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അയച്ചു കൊടുത്ത ഒരു ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രാക്കറ്റിൽ പഴയ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നത് മാറ്റി അദ്ദേഹത്തിന് മുന്നിൽ ഒരു നോട്ട് വരുന്നു. ആ നോട്ട് വരുന്നതിൻ്റെ വിധം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ആ നോട്ട് വ്യവഹാരത്തിന് അടിസ്ഥാനം ഹൈക്കോടതിയാണ്. അങ്ങനെ എന്നാ പിന്നെ ഇനിയിപ്പോ എന്ന ട്രയൽ കോടതി എല്ലാം വിട്ടിട്ട് ഇപ്പൊ ഹൈക്കോടതിക്ക് ശിക്ഷിച്ച് ഈ പറയുന്ന പ്രതികളെ മുഴുവൻ ശിക്ഷിച്ച് കാരാഗൃഹത്തിലേക്ക് അയക്കാമല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഹൈക്കോടതി എന്ന് പറയുന്നത് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ആ അഭിപ്രായമാണ് ചലഞ്ചബിൾ കൂടിയാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. ഹൈക്കോടതി പറഞ്ഞ ഇപ്പൊ ഈ പ്രതികളെല്ലാവരും ശിക്ഷിച്ച് അകത്ത് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരെ. ഇനിയിപ്പോ വിചാരണയും വേണ്ടല്ലോ. അങ്ങനെ വിചാരണ ചെയ്യാതെ ഇവരെല്ലാം അകത്ത് പോട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമോ? അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയാം, 2 ലിമ്പിലുള്ള ആരോപണം. ഒന്നാമത്തെ ലിമ്പിൽ അദ്ദേഹത്തിന് മുമ്പിൽ 16/2/2019 ഒരു നോട്ട് വരുന്നു. ഇങ്ങനെ ഈ സ്വർണം സ്പോൺസർക്ക് കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒരു നോട്ട് വരുന്നു. ഈ നോട്ട് ആദ്യം ലഭിക്കുന്നത് ക്ലർക്കാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ ഇതുവരെയും അക്കാര്യത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്ലർക്കിന് ലഭിക്കും. ക്ലർക്ക് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യും. ആ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ആ ഫയലിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഴയ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളി എന്ന് മാത്രം എഴുതി. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ആ നോട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പരിശോധിക്കും. അത് കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ പരിശോധിക്കും. അവരുടെ 2 പേരുടെയും നോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വാസു സാറിന്റെ മുമ്പിൽ കമ്മീഷണർ എന്ന നിലയിൽ ആ നോട്ട് എത്തുന്നത്. അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കണം എന്ന ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ ഏറ്റവും വലിയ ഗൂഢാലോചനയും കുറ്റകൃത്യവും
അയാൾക്ക് ഒരു കാര്യം അദ്ദേഹത്തിനെതിരെ വിട്ടുപോയി. ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം ആ കത്തിനകത്തെ സുധീഷ് കുമാർ പറഞ്ഞ സ്വർണം പൂശിയ വിട്ടുപോയില്ല. എന്ന ഭാഗം നൈസായിട്ട് ഒഴിവായി. വാസു സാറിന്റെ മേശപ്പുറത്ത് കയറി ഇറങ്ങിയപ്പോൾ അതാ ഞാൻ പറഞ്ഞ അത് എങ്ങനെ ഞാനത് പറയട്ടെ. അത് 3 തലത്തിൽ, അതായത് LDC ആണ് ആ നോട്ട് തയ്യാറാക്കുന്നത്. ആ നോട്ട് നിങ്ങൾ കാണാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ നോട്ടിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടോ പറയാത്തത് കൊണ്ടാണ് പ്രശ്നം. ആ നോട്ടിൽ തയ്യാറാക്കിയത് ഒരു LDC ആണ്. LDC തയ്യാറാക്കിയ നോട്ട് അതിന് മുകളിൽ അസിസ്റ്റന്റ് കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും പരിശോധിച്ചതിന് ശേഷമാണ് കമ്മീഷണറുടെ മുമ്പാകെ എത്തുന്നത്. അതായത് 3 ലെവലിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കമ്മീഷണർ മേശപ്പുറത്തേക്ക് എത്തിയപ്പോഴേക്കും സ്വർണം പൂശിയ ചെമ്പുപാളികൾ, വാസു സാറിന്റെ മേശപ്പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും സ്വർണ്ണമില്ലാത്ത ചെമ്പുപാളികൾ. അതാണ് തട്ടിപ്പിന്റെ അടിത്തറ, ആണിക്കല്ല്. ഞാനിതൊന്നും പറഞ്ഞു ആണോ? ആയിക്കോട്ടെ, ഞാനിത് പറഞ്ഞല്ലോ, ഞാനിത് പറയട്ടോ. ഞാൻ അതിന്റെ ലീഗാലിറ്റിയിലൂടെ അങ്ങനെ പറഞ്ഞ പോലെ പറഞ്ഞു തീർത്തോട്ടെ. പറയൂ. അതിന്റെ ഞാൻ ഈ സാധനം ഈ റിപ്പോർട്ട് വാസു സാർ ഉചിതമായ തീരുമാനം ബോർഡ് എടുക്കുന്നതിലേക്ക് എന്നതിന്റെ സൂചന നൽകി അദ്ദേഹം ബോർഡിലേക്ക് ചർച്ചയ്ക്ക് വിടുന്നു. ഇതാണ് ദേവസ്വം കമ്മീഷണർ എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ഒരു പരമപ്രധാനമായിട്ടുള്ള ആരോപണം. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു കോൺസ്പിറസി ഉണ്ടാവണം. എന്തിനാ ഈ സ്വർണ്ണം അടിച്ചു മാറ്റാൻ കോൺസ്പിറസിയിൽ ഈ വാസു സാറ് പങ്കാളിയായാൽ മാത്രമേ അദ്ദേഹത്തെ പ്രതിയാക്കാനാവൂ. എന്തുകൊണ്ടെന്നാൽ വാസു സാറിനെ പ്രതിയാക്കണമെങ്കിൽ ആ ക്ലർക്ക്, ഇനിഷ്യലി തുടങ്ങിയ ക്ലർക്കിനെ പ്രതിയാക്കണം, അസിസ്റ്റന്റ് കമ്മീഷണർ പ്രതിയാക്കണം, അല്ലെങ്കിൽ സാക്ഷിയാക്കണം, ഡെപ്യൂട്ടി കമ്മീഷണർ. കാര്യം അവർക്കെല്ലാം സാക്ഷിയാവാനും പറ്റും, പ്രതിയാക്കണമെന്ന് മാത്രം ഞാൻ പറയില്ല, സാക്ഷിയാക്കാനും പറ്റും. എപ്പോഴാ അവർ പറയുകയാണ് കമ്മീഷണറായിരുന്ന വാസു സാറ് നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ സ്വർണം പൂശിയത് പഴയ ചെമ്പുപാളികൾ മാറ്റി ചെമ്പുപാളികൾ എന്ന് എഴുതിയത് എന്ന് പറഞ്ഞാൽ മാത്രമേ പറ്റൂ. ധൃതി പിടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സുധീഷ് കുമാറിന്റെ മൊഴിയൊക്കെ അറസ്റ്റോട്ട് എത്തിയിട്ടുണ്ട്. സുധീഷ് കുമാറിന്റെ മൊഴി ഞാനത് പറഞ്ഞു തീർത്തോട്ടെ. രണ്ടാമത്തെ ലിമ്പിലുള്ള അലിഗേഷൻ 9/12/2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഇമെയിൽ പ്രസിഡന്റ് എന്ന നിലയിൽ വാസു സാറിന് ലഭിക്കുന്നു. ആ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലും കട്ടളപ്പാളികളിലും ഒക്കെ പൂശിയ സ്വർണത്തിന്റെ ബാക്കി നീക്കിയിരിപ്പ് സ്വർണം ഏതെങ്കിലും നിർധന യുവതികളുടെ വിവാഹത്തിന് ബോർഡുമായി സഹകരിച്ച് നടത്തുന്നതിന് താല്പര്യമുണ്ട്. ആ ഇമെയിൽ അദ്ദേഹം തിരുവാഭരണ കമ്മീഷണർക്ക് അയച്ചു കൊടുക്കുകയാണ് പ്രസിഡന്റ് എന്ന നിലയിൽ. തിരുവാഭരണ കമ്മീഷണർ മെയില് ഒരു ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്ത് തിരുവാഭരണ കമ്മീഷണർ നൽകുന്ന മറുപടി എന്താ, ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ എന്ന നിലയിൽ നീക്കിയിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാം. അത് ശബരിമലയുടെ സ്വർണ്ണമാണെന്ന് നന്നായി അറിയാവുന്ന ആളാണ് വാസു. ശബരിമലയുടെ സ്വർണ്ണത്തിൽ കുറച്ച് സ്വർണം കയ്യിലുണ്ട്. അത് ഞാൻ ഏതോ ഒരു പാവത്തിന് കല്യാണത്തിന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ വിളിച്ചു വരുത്തണ്ടേ പോറ്റിയെ? സ്വർണ്ണം എങ്ങനെ തന്റെ ഒന്നുകൂടെ ചോദിക്കണ്ടേ? ഈ വാസു ഒന്നും ചോദിച്ചില്ല. അതിനർത്ഥം എന്താ? അടിച്ചു മാറ്റിയ സ്വർണം പോറ്റിയുടെ പക്കലുണ്ട്, പോറ്റിക്ക് തോന്നിയ വാസു ഉപയോഗിക്കാം എന്ന് വാസുവിന് ബോധ്യമുണ്ടെന്നല്ലേ? ആ ഇമെയിൽ ഒന്ന് ഞാൻ വായിക്കാം. ഞാൻ ആ ഇമെയിൽ ഒന്ന് വായിക്കുന്നത്. I am Unnikrishnan Potti residing in Bangalore. I would like to inform you that I have some gold balance in my hand after finishing the gold work of Shabarimala Sanctum Sanctorium main door marriage who needs support and genuine. മല്യ പൂശി കൊടുത്ത സ്വർണ്ണം അല്ലല്ല, ഈ വാസു ചെമ്പാക്കി കൊടുത്ത സ്വർണ്ണം അല്ല, ഇതൊക്കെ വാസുവിന് അറിയാം. ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. അപ്പോൾ ഈ വാസു സാർ ഉണ്ടല്ലോ, അല്ല ഞാൻ പറഞ്ഞ വാസു സാർ കമ്മീഷണറായിരിക്കെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവെങ്കിൽ അന്ന് പത്മകുമാർ സാർ അവിടെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ടുണ്ട്. ശരി, പത്മകുമാർ സാർ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോഴേക്കും ഈ വാസു സാറിനെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാക്കി. മൊത്തം സാറന്മാരുടെ കളിയായിരുന്നു അവിടെ. ശ്രീ രാഹുൽ ഈശ്വർ സണ്ണി ജോസഫിന് പ്രതികരണം വരുന്നത്, സർക്കാർ ഇക്കാര്യത്തിൽ യാതൊരു ശുഷ്കാന്തിയില്ലെന്നും കേസന്വേഷണം തൃപ്തികരമല്ലെന്നും വൃശ്ചികം 1 വാർഡടിസ്ഥാനത്തിൽ വിശ്വാസ സംരക്ഷണ സംഗമം നടത്തുമെന്നും വാർഡടിസ്ഥാനത്തിൽ പ്രതിഷേധമാണെന്നൊക്കെ പറയുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് വോട്ടായി മാറുമെന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനർത്ഥം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന എന്താണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാവുമോ, അതോ നേർക്കുനേർ ഓരോ സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങൾ, അത് മറ്റൊരു പാറ്റേണാണ് അതിലെ വോട്ട്, അത് ഈ കാര്യങ്ങളൊക്കെ എഫക്റ്റ് ആവുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം ശ്രീ രാഹുൽ ഈശ്വർ, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇതിൽ സംഭവിക്കാൻ പരമാവുന്ന പൊളിറ്റിക്കൽ ഡാമേജ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇതിന്റെ ലോഞ്ചിവിറ്റി പോവില്ല എന്നൊരു പോസിറ്റീവ് ഫാക്ടർ CPM അക്കാര്യത്തിലുണ്ട്. പോട്ടെ, അത് രാഷ്ട്രീയക്കാരുടെ കാര്യം. വിശ്വാസികളായിരുന്നു തന്നെ രാഹുൽ ഈശ്വർ. അവിടെ ഇപ്പോൾ ഒരു വിശ്വാസിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഒരു തരി പൊന്ന് അയ്യപ്പന് കൊടുത്താൽ അത് ഈ പറയുന്ന ആർത്തി പണ്ടങ്ങൾ അടിച്ചു മാറ്റി ആമാശത്തിലേക്ക് ഇടുവോ എന്ന ഭയം വിശ്വാസക്കുറവർക്കുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ ഹൈക്കോടതിക്ക് മെസ്സേജിക്കും കഴിയുമോ എന്നതാണ് ചോദ്യം. രാഹുൽ ഈശ്വർ
പെട്ടെന്ന് 30 സെക്കൻഡ് പറയാം. ആദ്യം തന്നെ നമ്മുടെ മുൻ തിരുവാഭരണ കമ്മീഷണർ ശ്രീ ജി ബൈജു, അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്, വിളിച്ചിരുന്നു. അദ്ദേഹമാണ് ഈ INTUC-യുടെ ആള്. KS ബൈജുവിനാണ് അറസ്റ്റ് ചെയ്തത്. പല CPM-കാർക്കും ഇതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ശ്രീ ജി ബൈജു പ്രശ്നമൊന്നുമില്ല, അദ്ദേഹം നമ്മുടെ കൂടെ ചർച്ചയിലൊക്കെ ഇരിക്കുന്നതാണ്. KS ബൈജുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഹസ്കർജി അറിയാൻ വേണ്ടിയിട്ടാണ്. ഹസ്കർജിയെ പോലെ എന്നും ഇനിയാണെങ്കിലും വാസു സാറിനെ ഇന്നലെയും ഇന്നും നാളെയും വാസു സാറിന് പറഞ്ഞോട്ടെ സാർ, ഇന്നലെ ഇന്നും നാളെയും വാസു സാറിന് തന്നെ വിളിക്കും. പക്ഷേ അദ്ദേഹത്തിന് ഇതിൽ കുറ്റമുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. നമ്മൾ ജാതി കാർഡോ വേറെ ഏതെങ്കിലും കളിച്ചത് മാറ്റുന്ന അർത്ഥമല്ല. യഥാർത്ഥത്തിൽ ഞാൻ ഹിന്ദു ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്പൂതിരിയായ അല്ലെങ്കിൽ ബ്രാഹ്മണനായ ഉണ്ണികൃഷ്ണനും നായരായ മുരാരി ബാബുവും ഈഴവ സഹോദരനായ അല്ലെങ്കിൽ സമുദായത്തിൽപ്പെടുന്ന വാസു സാറും അടക്കം ഒരു ഹിന്ദു ഐക്യത്തോടെ നടന്നൊരു കൊള്ളയാണ്. നമ്മളപ്പം ജാതി മത കാർഡുകൾ ഇതിലേക്ക് പ്രയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. രണ്ട്, ഈ വിഷയം പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് പലപ്പോഴും കർണാടകയിലൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വാർത്തയല്ല. സ്ഥലത്തെ ഈ പറഞ്ഞ സാധനം അടിച്ചുകൊണ്ട് പണം ഉണ്ടാക്കാം സ്വപ്നത്തിൽ വിചാരിക്കും. കള്ളന്മാര് അല്ലല്ല. ഒരു കാര്യം കൂടെ, യഥാർത്ഥത്തിൽ ഇവരാണ് യഥാർത്ഥത്തിൽ ഈ എസൻസ് ഒന്നുമല്ല, ഇവരാണ് യഥാർത്ഥ നിരീശ്വരവാദികൾ. പണ്ടാ മീനാക്ഷി എന്നാന്ന് തോന്നുന്നു ആ കുഞ്ഞുമോൾ അല്ലെങ്കിൽ ആ പ്രമുഖ നടി പറഞ്ഞ പോലെ ഇവരാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾ. അയ്യപ്പന്റെ ഫ്രണ്ട് ചെന്ന് ചിരിച്ചുകൊണ്ട് സ്വർണം കെട്ട ഇവരാണ് യഥാർത്ഥ നിരീശ്വരവാദികളും ദൈവനിഷേധികളും. പക്ഷെ ഇവിടെ ഒറ്റ പ്രശ്നം കൂടിയുണ്ട്, അത് നമ്മൾ മലയാളികൾ അറിയണം. നമുക്കൊക്കെ ആന്ധ്ര, കർണാടക, തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഭക്ത ഗ്രൂപ്പുമായിട്ട് ബന്ധമുണ്ട്. അവർക്ക് ഇത്രയും ഡീറ്റെയിൽ ആയി അറിഞ്ഞില്ലെങ്കിലും അവരുടെയൊക്കെ മനസ്സ് ആഴത്തിൽ വേദനിച്ചിട്ടുണ്ട്. അത് ശബരിമല തീർത്ഥാടനത്തിൽ പോലും റിഫ്ലക്ട് ചെയ്യും. ഈ ദേവസ്വം ബോർഡ് 5 കോടി രൂപ മാറ്റിവെച്ചു, അയ്യപ്പ സംഘത്തിന് വേണ്ടി 3 കോടി രൂപ ഇമ്മീഡിയറ്റ്ലി മാറ്റിവെച്ചു, ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു. ഇതെല്ലാം ഈ ഭക്തരും സ്പോൺസറും തിരിച്ചു വന്നതിന് ശേഷം അടയ്ക്കാന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭക്തർ വീണ്ടും വരും, പക്ഷേ സ്പോൺസർ ചെയ്യാനും മറ്റുമായിട്ട് ആരെങ്കിലും ഇവിടേക്ക് വരുമോ? കാര്യം ഇത് അവിടെയാണ് നമ്മൾ കൈയടക്കത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യണം. ദേവസ്വം ബോർഡിന്റെ തെറ്റുകാരെ മാറ്റി നിർത്തണം, എന്നാൽ ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യത വീണ്ടും തിരിച്ചു പിടിക്കണം. യുഗപുരുഷനായ ഭാരതകേസരി മന്നത്വനാഭനും ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ നമ്മുടെ R ശങ്കറും ഒക്കെ ഇരുന്ന കസേരയാണ്. പിന്നീട് മുഖ്യമന്ത്രിമാർ പോലും ആയ ആൾക്കാർ ഇരുന്നൊരു കസേരയാണ്. അപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ആദ്യ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആദ്യമായിട്ടാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കേരളത്തിൽ തിരുവിതാംകൂറിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത്രമാത്രം സീരിയസ് ആയ ഒരു വിഷയമാണ്. ഇതിനെ എങ്ങനെ തിരിച്ചു പിടിക്കാം? അപ്പം ജയകുമാർ സാറിനെ കൊണ്ടുവന്ന കാര്യം നല്ല നടപടിയാണ്. അതുകൊണ്ട് മുമ്പത്തെ കൊള്ളയ്ക്ക് പരിഹാരമാവില്ല, പക്ഷെ നല്ല നടപടിയാണ്. ദേവസ്വം ബോർഡ് വിശ്വാസ്യത വീണ്ടെടുക്കണം, ഹൈക്കോടതിയുടെ അടക്കമുള്ള നടപടി ഉണ്ടാകണം. ഈ വിഷയത്തിലെ ഹീറോസ് ഹൈക്കോടതിയാണ്. ഒരു സംശയവുമില്ലാത്ത രീതിയിൽ മാധ്യമങ്ങൾ പോലും ഒരു സൂചനയും കിട്ടിയില്ല, ആർക്കും ഒന്നും കിട്ടിയില്ല. ഇത് 2019 ഉള്ള ഉടായ്പാണ്. ഇതുപോലെ ഒരു കോടതി ഇടപെടാതെ ഒരു കുഞ്ഞിനൊന്നും കിട്ടിയിട്ടില്ല. ശരി, ഞാൻ എത്താം. ശ്രീ ശ്യാംരാജ്, ഇവിടെ ശ്രീ BN അസ്കർ നേരത്തെ പറഞ്ഞത് ലോ പോയിന്റ്സ് ആണ് കേട്ടോ, നിയമപരമായ വശങ്ങൾ കൂടിയാണ്. ശ്രീ ശ്യാംരാജ്, ഇപ്പോൾ രംഗത്ത് വരാതെ ബെഞ്ചിലിരിക്കുന്ന വക്കീലന്മാരുടെ പേരൊന്ന് അന്വേഷിച്ച് നോക്കൂ. ശ്യാംരാജ് ഞെട്ടും. ട്രയൽ സമയത്ത് ഡൽഹിയിൽ നിറങ്ങാനുള്ള പവൻമാറ്റ് വക്കീലന്മാരുടെ വിവരങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ശ്യാംരാജ് ഞെട്ടും. വരാൻ പോകുന്ന ചെറിയ കളിയല്ല ശ്യാംരാജ്. അല്ല, തീർച്ചയായിട്ടും അതിലോട്ട് ഞാൻ വരാം കാശ്മീർ. അതിനു മുമ്പ് എനിക്കൊന്നും നമ്മൾ ഈ ഇരവാദമൊക്കെ പലതരത്തിലുള്ള ഇരവാദം നടന്നിട്ടുണ്ട്, കാണുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഇരവാദം നടത്താൻ വേണ്ടിയിട്ട് പാടില്ല. ഈ എൻ വാസുവിന് അദ്ദേഹത്തിന് നിറം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഏത് സമുദായത്തിൽ നിന്ന് വന്നുകൊണ്ടാണ് അദ്ദേഹം കള്ളനായത്? അദ്ദേഹം കട്ടതുകൊണ്ടാണ്. കള്ളനെ കള്ളനല്ല ഹരിചന്ദ്രനൊന്നും വിളിക്കാൻ വേണ്ടി പറ്റില്ല. ശബരിമലയിലെ സ്വർണ്ണം കട്ടയാളെ കള്ളൻ തന്നെ വിളിക്കും, അതിനകത്ത് സംശയമൊന്നും വേണ്ട. എന്തായാലും ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കുന്ന ശ്രീ ഹസ്കറിന് ഒരു ന്യായീകരണത്തിന് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം തെറ്റാണെന്ന് ഞാനൊരു കാര്യം പറയും. ഇപ്പൊ അവിടെ അദ്ദേഹം പറയട്ടെ, അധികം പറഞ്ഞു ക്ലറിക്കൽ മിസ്റ്റേക്ക്. ഇന്നലെ മുതൽ അധികം പറഞ്ഞ ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഹാഷ്മി. ഇതിനകത്ത് ഒരു ദേവസ്വം ബോർഡ് കമ്മീഷണർ ഒരു പേപ്പറിൽ ഒപ്പിടുന്ന എങ്ങനെയാണെന്നറിയോ? അദ്ദേഹത്തിന് തൊട്ട് താഴെ കോൺഫിഡൻഷ്യൽ ഓഫീസർ ഉണ്ട്, അതിനും താഴെ ബോർഡ് ഓഫ് ലോ ഓഫീസർ ഉണ്ട്. അതായത് ഈ ഒരു മിനിറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പേപ്പർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ബോർഡ് ലോ ഓഫീസറിന്റെ കയ്യിൽ ആദ്യം വരും, പിന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ കയ്യിൽ വരും, പിന്നെയാണ് കമ്മീഷണറുടെ കയ്യിൽ വരുന്നത്. അതായത് 3 തവണ ചെക്ക് ചെയ്തതിന് ശേഷം, ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് കയ്യിലോട്ട് വരുന്നത്. അല്ലാതെ വെറുതെ പോയിട്ട് ഒരാൾ ഒപ്പിട്ട് കൊടുക്കൊന്നുമില്ല. ഇനി അങ്ങനെ തന്നെ ആണെന്ന് വെച്ചോ, പിന്നെ ഈ പറയുന്ന വാസുവിന്റെ പണി എന്താണ്? അദ്ദേഹത്തിന്റെ പണി എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പന്റെ സ്വത്ത് പുറത്തോട്ട് പോവാതിരിക്കുക എന്നുള്ളത്, അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ അതിനുള്ള ഒത്താശ ചെയ്തിട്ട് ഇങ്ങനെ നിരത്ത് കിടന്ന് ഉരുണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള 2 പേരും. പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്ത് വരുന്ന സമയത്ത് ഇദ്ദേഹം ആ സമയത്ത് പ്രസിഡന്റ് ആണല്ലോ. ഈ എൻ വാസു എന്ന് പറയുന്ന ഇവരുടെ വാസു സാറ്, ഇവരുടെ നിറത്തിന്റെ പേരിൽ ഇവർ ഇരുവാദം മുഴക്കുന്ന വാസു സാറ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണല്ലോ. ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ കയ്യിലോട്ട് ഒരു കത്ത് വരികയാണ്. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണത്തിന്റെ ബാക്കി ഉരുക്കിയതിന്റെ ബാക്കി ഇരിപ്പുണ്ട്. കാശ്മീർ ആലോചിച്ച് നോക്കി, ഉരുക്കിയ സ്വർണത്തിന്റെ കയ്യിൽ ബാക്കിയുണ്ടെന്ന് ആ കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ ഇദ്ദേഹം ഒരു കാര്യം മിണ്ടുന്നില്ല. എന്നാൽ ഇദ്ദേഹം പറയേണ്ടത് ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണമാണ്, ഞാൻ
ഞാൻ സംരക്ഷിക്കേണ്ട ആളാണ്. നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും, അതല്ലെങ്കിൽ ഞാൻ മറ്റു നടപടികൾ സ്വീകരിക്കും. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കേണ്ട ഈ എൻ വാസു എന്താ ചെയ്തേ? ഒരക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ, ഒരക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരുന്നില്ലെങ്കിൽ, കേരളത്തിലെ മാധ്യമങ്ങളും ഞങ്ങളെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത്രയധികം അവധാനതയോടെ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ വിഷയം എന്താകുമായിരുന്നു? കേരളത്തിലെ ഈ പറഞ്ഞിട്ടുള്ള പത്മകുമാറും ഈ പറഞ്ഞിട്ടുള്ള എൻ വാസുവും ഇവരുടെ ഈ പറഞ്ഞിട്ടുള്ള വി എൻ വാസവനും ഈ പറഞ്ഞിട്ടുള്ള കടമ്പള്ളി സുരേന്ദ്രനും ഈ പറഞ്ഞിട്ടുള്ള കെ രാധാകൃഷ്ണനൊക്കെ കൂടി ഈ സ്വർണം കട്ട് തിന്നുമായിരുന്നു, ഈ സ്വർണം കൊള്ളയടിക്കുമായിരുന്നു. അതിന് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ കൊള്ളയടിച്ച സാധനം എവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ രാഹുൽ ഈശ്വർ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളതിന് ഈ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിലെ പല സൂചന നോക്കിയാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ എവിടോ ഇരിപ്പുണ്ട്. അതിനെ പണം വാങ്ങി പുകടിച്ചിട്ടുണ്ട് ഇവന്മാര്. നമ്മൾ അറിയില്ലായിരുന്നു. അടിച്ചോണ്ട് പോയില്ലേ, ഈ അടിച്ചോണ്ട് പോയിട്ട് ഒരു നാണം കെട്ട ഇരുവാദം ഇങ്ങനെ ഉന്നയിക്കാൻ വേണ്ടി നാണം വരില്ലേ ഇവർക്ക്? കള്ളന്മാരെന്ന് തന്നെ വിളിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഹരിചന്ദ്രനൊന്നും അല്ല, എൻ വാസു അടക്കമുള്ളവർ കള്ളന്മാരാണ്. അവർ ജയിലിലാവണമെന്നേ, അത് തന്നെയാണ് വേണ്ടി വരുന്നത്. അതല്ലാതെ ഒരു കാര്യം കൂടി, ഒരു കാര്യം ഹാഷ്മി ഒറ്റയ്ക്ക് കാര്യം, ഹാഷ്മി ലാസ്റ്റ് ഒറ്റയ്ക്ക് കാര്യം. സമയത്തിന്റെ പ്രശ്നം ആയിക്കോട്ടെ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ആയിക്കോട്ടെ, രണ്ട് അഭിപ്രായം എങ്ങനെ വരിക? ഒരു ചർച്ചയില് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾക്ക് രണ്ട് അഭിപ്രായം എങ്ങനെ വരിക? സമയം കഴിഞ്ഞു. എന്തായാലും വാസു സാർ അകത്താണ്. വാസു സാറിന് മുകളിൽ പത്മകുമാർ സാറിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. ഏതൊക്കെ സാറന്മാരിന് അകത്താകുമെന്ന് കാത്തിരുന്ന് കാണാം. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകരെ, ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.